ഹലോ ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ നീറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ലക്ഷ്യം നീറ്റ് 2025 ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണല്ലേ. കുറേ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. എന്താണ്, കുറച്ച് പാറ്റേണിലൊക്കെ വ്യത്യാസം വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകുന്ന പിള്ളേരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത്തരത്തിലുള്ള റൂമേഴ്സ് എൻ്റെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഏത് പഠന രീതിയാണോ ആ ഒരു രീതി, ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ആ ഒരു പഠനത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വൺ ഷോട്ട് വീഡിയോ സീരീസുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ NDA പറഞ്ഞിരിക്കുന്ന നീറ്റിന്റെ സിലബസ് വെച്ചിട്ട് നമുക്കൊന്ന് ഒറ്റയടിക്ക് എല്ലാം ഒന്ന് കവറപ്പ് ചെയ്യാം അല്ലെ. ഇമ്പോർട്ടന്റ് പോർഷൻസ് എല്ലാം, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ എല്ലാം നമുക്കൊന്ന് ഒറ്റയടിക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ കെമിസ്ട്രിയിലെ +1 നിങ്ങൾ ഓൾറെഡി പഠിച്ച് എളുപ്പമുള്ളൊരു കുട്ടി ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നപ്പോൾ +1 നമുക്കൊരു ആശ്വാസം പോലെ വന്നൊരു ചാപ്റ്റർ ആയിരുന്നു അത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുട്ടി ചാപ്റ്റർ ആണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് അറിയാനുണ്ട് അല്ലേ. ഒരു പീരിയോഡിക് ടേബിളിനെ നമുക്ക് മനസ്സിലായാലും മാത്രമേ നമുക്ക് ഓരോ കൺസെപ്റ്റുകളും നമ്മുടെ +1 തൊട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ ഈ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാൽ മുന്നോട്ടുള്ള പല ചാപ്റ്റേഴ്സും, അതിപ്പോൾ നിങ്ങൾ നീറ്റിന് വേണ്ടി P ബ്ലോക്ക് പഠിക്കുമ്പോഴും അല്ല DNF പഠിക്കുമ്പോഴും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോഴും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഓരോ എലമെന്റുകളെയും വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ, അപ്പോൾ അതിനെല്ലാം ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്റർ. നിങ്ങൾ +1 ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആണ്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ NCERT പഠിച്ചു വെച്ച വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്തിനു വേണ്ടിയിട്ടാണ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. എന്തിനായിരുന്നു എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തിരുന്നത്? നമുക്ക് ഓരോ എലമെന്റിന്റെയും പ്രോപ്പർട്ടീസും അവർ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ ഉള്ള ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത്. ചുമ്മാ ക്ലാസിഫൈ ചെയ്യാതെ അവിടെ ഇവിടെ ഇട്ടിരുന്നാൽ നമുക്ക് എളുപ്പമാണോ പഠിക്കാൻ? അല്ല, അതിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുമ്പോഴാണ് ഓരോ എലമെന്റിന്റെയും പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി അവരുടെ പീരിയോഡിക് ട്രെൻഡുകൾ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളും പീരീഡുകളും ഉണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും അല്ലെങ്കിൽ പീരീഡിലും ഓരോ എലമെന്റ്സും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ ഫോളോ ചെയ്യുന്ന ട്രെൻഡ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നൊരു ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്റർ. അപ്പോൾ NCERT നമ്മൾ ആദ്യം 2 ഭാഗങ്ങളായിട്ടായിരുന്നു നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചത് എന്തിനായിരുന്നു എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത്, നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിലേക്ക് നമ്മളെ നയിച്ച അല്ലെങ്കിൽ നമ്മളെ എത്തിച്ച കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് NCERT അല്ലെങ്കിൽ +1 നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, NTA പറഞ്ഞിരിക്കുന്ന നമ്മുടെ നീറ്റ് 2024 അപ്ഡേറ്റ് ചെയ്ത സിലബസ് പ്രകാരം നമുക്ക് ഈ ഒരു ഹിസ്റ്ററി പാർട്ട് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് മോഡേൺ പീരിയോഡിക് ടേബിൾ, അതായത് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് NTA സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മക്കളെ, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, അഥവാ എക്സാമിന് NTA ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അഥവാ എക്സാം പാറ്റേൺ എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് അല്ലേ. ടീച്ചേഴ്സൊക്കെ നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റഡി പ്ലാൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ഏതാണോ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. പേടിക്കേ വേണ്ട, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ പഠനത്തെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മൾ റിയാക്ഷൻ നടക്കാൻ കുറച്ച് കാറ്റലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ പഠനത്തെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൺ ഷോട്ട് സീരീസുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് നമുക്ക് നീറ്റിന് വേണ്ടി അതായത് പഠിക്കാനുള്ളതെന്നുള്ള സിലബസുകൾ നോക്കാം അല്ലെ ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, നീറ്റ് പറയുന്ന അല്ലെങ്കിൽ NTA പറഞ്ഞ ആ സിലബസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റി നിങ്ങൾ മനസ്സിലായിരിക്കണം. എപ്പോഴും നമ്മളൊരു കെമിസ്ട്രി സ്റ്റുഡൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിലോ ഒരു പീരിയോഡിക് ടേബിൾ എപ്പോഴും
നമ്മൾ വെച്ചിരിക്കണം. കാരണം ഓരോ എലമെൻറ്റുകളും പീരിയോഡിക് ടേബിളിൽ എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എപ്പോഴും ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ മൈൻഡിൽ ആ ഒരു പിക്ചർ ഇങ്ങനെ വരികയും ഓരോ എലമെൻ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ മാത്രമല്ല, ഇപ്പോൾ പി ബ്ലോക്ക് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ D&F പഠിക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഈ ഒരു മൈൻഡിൽ ഇതൊരു മൈൻഡ് മാപ്പ് പോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളുണ്ട്, പീരീഡുകളുണ്ട്, പിന്നെ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കുകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. ഈ എലമെന്റുകളുടെ അവർ ഗ്രൂപ്പിലെ പീരീഡിലൊക്കെ കാണിക്കുന്ന പീരിയോഡിക് ട്രെൻഡുകൾ, അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് റേഡിയൈ, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിനുശേഷം വാലൻസി, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി. ഇതാണ് നമ്മുടെ NTA പറയുന്ന സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഓരോ പാർട്ടുകളായിട്ട് നോക്കിയാലോ? നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു 1 ഷോട്ട് സീരീസ് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ്, അതായത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഏത് ലോയെ ബേസ് ചെയ്താണ് വന്നത്? മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? ഹെൻറി മോസ്ലി പറഞ്ഞ നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ എന്താണ് പറയുന്നത്? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നമ്മുടെ ഓരോ എലമെന്റിന്റെയും കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നത്. അത് അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ വന്നത്. ഓക്കെ, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇനി എന്തൊക്കെയുണ്ട്? ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കുട്ടി കുട്ടി കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഗ്രൂപ്പുകളുണ്ട് ഇവിടെ? നോക്കിക്കേ, 18 ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളുണ്ട്. ഇവിടെ 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ നിന്നും ഒരു 14 എലമെന്റുകളാണ് നമ്മൾ താഴേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും, ലന്താനത്തിന് ശേഷം വരുന്ന ലാന്തനൈഡ് സീരീസും ആക്ടിനത്തിന് ശേഷം വരുന്ന ആക്ടിനൈഡ് സീരീസും നമ്മൾ താഴേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 7 പീരീഡുകളുണ്ട്, 18 ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ബ്ലോക്കുകളുണ്ട്. ഏതൊക്കെയായിരുന്നു ആ ബ്ലോക്കുകൾ? S, P, D ആൻഡ് F. അങ്ങനെ 4 ബ്ലോക്കുകളാണുള്ളത്. നോക്കിക്കേ, ഏതാണ് S ബ്ലോക്ക്? ദാ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പുകൾ ചേർന്ന് വരുന്ന നമ്മുടെ S ബ്ലോക്ക്. 13 മുതൽ 18 വരുന്ന നമ്മുടെ P ബ്ലോക്ക്. പിന്നെ 3 മുതൽ 12 വരെ വരുന്ന നമ്മുടെ D ബ്ലോക്ക്. നമ്മുടെ ട്രാൻസിഷൻ സീരീസിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 6ാമത്തെയും 7ാമത്തെയും പീരീഡിലുള്ള ആൾക്കാർ ആരവര്? F ബ്ലോക്ക് ആണ്. അതായത് ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോൾ 1ഉം 2ഉം ഗ്രൂപ്പുകൾ ചേർന്ന് നമ്മുടെ S ബ്ലോക്ക്, 3 മുതൽ 12 വരെ വരുന്ന നമ്മുടെ D ബ്ലോക്ക്, 13 മുതൽ 18 വരെ വരുന്ന നമ്മുടെ P ബ്ലോക്ക്, പിന്നെ ഇവിടെയുള്ള നമ്മുടെ F ബ്ലോക്ക്. അങ്ങനെ 4 ബ്ലോക്കുകളാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, ഇതാണ് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പീരിയോഡിക് ടേബിളിനെ സംബന്ധിക്കുന്ന കാര്യം. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കിക്കേ, ബേസിക്സ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഗ്രൂപ്പുകൾ. എത്ര ഗ്രൂപ്പുകളുണ്ട് മക്കളെ? എത്ര ഗ്രൂപ്പുകളുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. അതുപോലെ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകൾ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലുണ്ട്. ഇനി എത്ര ബ്ലോക്കുകളാണുള്ളത്? 4 ബ്ലോക്കുകളാണ്. ഏതൊക്കെയാണ് 4 ബ്ലോക്കുകൾ? S, P, D ആൻഡ് F ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്കുകളുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഫോർമുലയുണ്ട്. അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഏത് ഫോർമുല അനുസരിച്ചാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുന്നത്? N+L റൂൾ വെച്ചിട്ടാണ് ഇവരെ നമ്മൾ അറേഞ്ച് ചെയ്തത്. N+L റൂൾ വെച്ചിട്ടാണ് ഇവരെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കൾ? അതിനും ഒരു ഈസി ആയിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. Ns, then N-2F, then N-1D, then NP. ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് നമ്മളിപ്പം 1s, 2s, 3s, 4s, 5s, 6s. അപ്പം നമ്മളിങ്ങനെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ എനർജി ലെവൽ അനുസരിച്ച് നമ്മൾ എഴുതിയില്ലേ? ഓക്കെ, അങ്ങനെ എഴുതാം. ഇപ്പോൾ 6s വന്നിരിക്കുകയാണ്. 6s വന്ന ആ കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും?
6s നിന്നും എങ്ങോട്ടാണ് പോരുന്നത്? 4fലേക്ക് പോകും, പിന്നെ 5d വരും, പിന്നെയാണ് എങ്ങോട്ട് വരുന്നത്? 6pയിലോട്ട് വരുന്നത്. ഇവിടുന്ന് 6s നിന്ന് 4f നിന്നും 5d 5d നിന്നാണ് 6pയിലോട്ട് വന്നത് ആണ്. അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. അങ്ങനെ തന്നെയല്ലേ വന്നേക്കുന്നത് നോക്കിക്കേ. ഇപ്പോൾ ns അതായത് 6s ആണെങ്കിൽ അടുത്ത n-2s, അതായത് 6s n-2 എന്ന് പറയുമ്പോൾ 6 - 2 ദാറ്റ് ഈസ് 4f. അടുത്ത n-1d ദാറ്റ് ഈസ് 6 - 1d, അതെന്ന് വെച്ചാൽ എന്താണ്? 5d. ദെൻ np മീൻസ് 6p. ഇങ്ങനെയാണ് ആ കോൺഫിഗറേഷൻ മുന്നോട്ട് പോകുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഇനി എന്താണ് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും കോൺഫിഗറേഷൻ. ഈ ഒരു റൂൾ ഓർത്ത് വെച്ചതാണ്. ns, n-2f, n-1d, np. ക്ലിയർ ആയോ? ബേസിക് ഓഫ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ പീരീഡ് സബ്ഷെൽ സീക്വൻസ്, അതായത് ഈ സബ്ഷെൽസിൽ നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, ഓരോ പീരീഡിലും ഇത് എങ്ങനെ ഫില്ല് ചെയ്യുന്നു, ആ കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോമുല എന്തായിരുന്നു? ns, അതിൽ നിന്നും n-2f, അതിൽ നിന്നും എങ്ങോട്ട് n-1d, then to np. ഈ ഒരു ഫോമുല നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെച്ചിരിക്കണം. ഓക്കെ, ഇതനുസരിച്ച് നമ്മളിനി എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ n = 1 ഒന്നാമത്തെ പീരീഡ്, n = 2 രണ്ടാമത്തെ പീരീഡ്, n = 3 മൂന്നാമത്തെ പീരീഡ്, n = 4, n = 5, n = 6, n = 7. നമ്മൾ 7 പീരീഡുകളും എഴുതി. അപ്പോൾ ഇവിടെ 1s മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പീരീഡിൽ 1s, അടുത്ത 2s, പിന്നെ എന്ത് വരും? 2pയും വരും. മൂന്നാമത്തെ പീരീഡ് അതേപോലെ 3sഉം എന്ത് വരും? 3pയും വരും. നാലാമത്തെ പീരീഡ് ആവുമ്പോൾ അവിടെ 4s, 3d, 4p. അടുത്ത അഞ്ചാമത്തതിൽ 5s, അതേപോലെ 4d, then 5p. ആറാമത്തെ പീരീഡിൽ 6s, 4f, 5d, then 6p. ഇനി ഏഴാമത്തെ പീരീഡിൽ 7s, അതേപോലെ 5f, 6d, then to 7p. ഇങ്ങനെയാണ് ആ കോൺഫിഗറേഷൻ പോകുന്നത്. ഇനി ഇതിൽ ഓരോ പീരീഡിലും എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഒന്നാമത്തതിൽ n = 1 അവിടെ എസിൽ 2 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? 1 എസിൽ ഓക്കെ, എസിൽ 2 ഇലക്ട്രോൺസ് ആണ്. സോ എത്ര എലമെന്റ്സ് വരും? 2 എലമെന്റ്സ് അവിടെ വരും. 1 × 2 എലമെന്റ്സ്. അടുത്ത് നോക്കിക്കേ, രണ്ടാമത്തെ പീരീഡിൽ ഇവിടെ എസിൽ 1, പിയിൽ എത്ര എണ്ണമാണ്? 1, 2, 3 എണ്ണം. അപ്പോൾ 3 1 4. അപ്പോൾ 4 × 2 എത്ര എലമെന്റ്സ് അവിടെ വരും? 8 എലമെന്റുകൾ അവിടെ വരും. അടുത്ത് നോക്കിക്കേ, 3sൽ 1, 3pയിൽ അതേപോലെ 3 എണ്ണം ഉണ്ട്. അവിടെയും 4 × 2 8 എലമെന്റ്സ് അവിടെയും വരും. ഓക്കെ, അടുത്ത എസിൽ 1, ഡിയിൽ എത്ര എണ്ണമാണ്? 1 2 3 4 5 എണ്ണം വരും. അതേപോലെ പിയിൽ 1 2 3. അപ്പം 3 5 8 1 9. 9 × 2 എത്രയാണ്? 18 എലമെന്റുകൾ നാലാമത്തെ പീരീഡ് വരും. ഇനി അഞ്ചാമത്തെ പീരീഡിൽ നോക്കിക്കേ, എസിൽ 1, ഡിയിൽ അതേപോലെ ഇവിടെ 5 എണ്ണം വരും. പിയിൽ എത്രയാണ്? 3 എണ്ണം വരും. അവിടെയും 9. അപ്പോൾ 9 × 2 അവിടെയും 18 എലമെന്റ്സ് അവിടെയും വരുന്നുണ്ട്. അടുത്ത n = 6. എസിൽ 1, എഫിൽ എത്ര എണ്ണമാണ്? എഫിൽ 1 2 3 4 5 6 7 എണ്ണം വരും. ഇവിടെ 5 എണ്ണം, 1 2 3 4 5. ഇവിടെ 3 എണ്ണം വരുന്നു, 1 2 3. അപ്പോൾ എത്ര എണ്ണം വരും? ഇവിടെ നോക്കിക്കേ, 1 8 ആയി, 8 5 13, 13 3 16. 16 × 2 ഇവിടെ എത്ര എലമെന്റ് വരും? 32 എലമെന്റുകൾ ഇവിടെ വരും. താഴെ അതേപോലെ 16 × 2 32 എലമെന്റുകൾ വരുന്നു. അപ്പം നോക്കിക്കേ, ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റ്സ്, ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റ്സ്, രണ്ടാമത്തെ പീരീഡിൽ 8 എലമെന്റ്സ്, 3ലും 8 എലമെന്റ്സ്, നാലാമത്തെ പീരീഡിൽ 18 എലമെന്റ്സ്, അഞ്ചാമത്തെ പീരീഡിലും 18, ലാസ്റ്റ് ആറാമത്തേതിൽ 32, ഏഴാമത്തതിലും 32. ഇങ്ങനെയാണ് പീരീഡ് സബ്ഷെല്ല് സീക്വൻസുകൾ വരുന്നത്. ഓക്കെ, ആ അറേഞ്ച്മെന്റ് മനസ്സിലായോ? 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, പിന്നെ 5s, 4d, 5p. അതാണ് ആ ഒരു ഓർഡർ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണേ? പ്രശ്നങ്ങളൊന്നുമില്ലേ? പീരീഡ് സബ്ഷെല്ല് സീക്വൻസും ഓക്കെ ആണ്, ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കിക്കേ, നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ്. അതായത്
100 കഴിഞ്ഞിട്ടുള്ള എലമെന്റുകളുടെ നോമൻക്ലേച്ചർ നമ്മൾ എങ്ങനെ ഇടും, അവർക്ക് എങ്ങനെ നമ്മൾ പേരിടും. നിങ്ങൾക്ക് ഓൾറെഡി പേരിടാനൊക്കെ അറിയാം. എന്തിനു വേണ്ടിയിട്ട് ഈ പ്രശ്നം വന്നതെന്ന് അറിയാമോ? ഓക്കെ, ഈ കോൾഡ് വാർ സമയത്ത് സോവിയറ്റ് യൂണിയനും നമ്മുടെ അമേരിക്കക്കാരും തമ്മിൽ അവരെന്താണ്, അവരൊരു എലമെന്റ് കണ്ടുപിടിക്കുന്നു, ഇവരൊരു എലമെന്റ് കണ്ടുപിടിക്കുന്നു. രണ്ടുപേരും കണ്ടുപിടിക്കുന്നത് എന്താണ്, ഒരേ എലമെന്റ് ആയിരിക്കും അല്ലെ, ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ഒരേ എലമെന്റ് ആയിരിക്കും. പക്ഷേ അവർ അമേരിക്കക്കാരൊരു പേരിടുന്നു, സോവിയറ്റ് യൂണിയൻ വേറൊരു പേരിടുന്നു. അപ്പൊ ക്ലാഷ് ആവില്ലേ? അപ്പൊ IUPAC പറയുന്നു കൃത്യമായിട്ടൊരു പ്രശ്നപരിഹാരം വരുന്നവരെ നിങ്ങൾ ഈ റൂൾ അനുസരിച്ച് ആ കണ്ടുപിടിക്കുന്ന എലമെന്റിന് പേരിട്ടാൽ മതി. അങ്ങനെ വന്ന റൂളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 100ന് ശേഷമുള്ള എലമെന്റുകൾക്ക് എങ്ങനെ പേരിടാം? അപ്പൊ അതിന് ഓരോന്നിനും നമ്മൾ 0 തൊട്ട് 9 വരെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതിന് ഓരോന്നിനും ഓരോ വേർഡ് റൂട്ട് പേര് നമ്മൾ ഇട്ടു. 0ക്ക് നിൽ എന്നിട്ടു, 1ന് UN, 2ന് ബൈ, 3ന് ട്രൈ, 4ന് ക്വാഡ് QUAD ക്വാഡ്, 5ന് പെൻഡ് എന്ന് വിളിച്ചു, 6ന് ഹെക്സ്, 7ന് സെപ്റ്റ് എന്ന് വിളിച്ചു, 8ന് ഒക്ട്, 9ന് N എന്ന് പേരിട്ടു. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ വേർഡ് റൂട്ടിൻ്റെ കൂടെ സഫിക്സ് ഇതേ പ്ലസ് നമ്മളൊരു IUM ഇതിൻ്റെ അവസാനം നമ്മൾ ചേർക്കും, ഒരു IUM ചേർക്കും. ഓക്കെ, ഇനി എങ്ങനെ പേരിടാൻ നോക്കാം. ഇപ്പോൾ 106ാമത്തെ എലമെന്റ് നമ്മൾ എങ്ങനെ പേരിടും? 106ാമത്തെ എലമെന്റിന് അവിടെ 1 അല്ലേ ആദ്യം വരുന്നത്, അപ്പോൾ 1 എന്ന് പറയുമ്പോൾ UN ആണ്, അപ്പോൾ UN. ഇനി അടുത്ത ഏതാ? 0 അല്ലേ, അപ്പോൾ 0ന് NIL. ഇനി 6 ആണ്, 6ന് എന്താണ് നമ്മൾ വിളിച്ചത്? ഹെക്സ്. അപ്പൊ ഹെക്സ് അതിൻ്റെ കൂടെ എന്തും ചേർക്കണം? IUM ചേർക്കണം. അപ്പൊ അണ്ണിൽ ഹെക്സിയം എന്ന് വന്നു. കിട്ടിയോ? പേര് മനസ്സിലായോ? ഇനി 107 ആണെങ്കിലോ നമ്മൾ എങ്ങനെ പേരിടും? അവിടെ ഒന്നാമത്തത് 1 ആണ് വന്നിരിക്കുന്നത്, അപ്പൊ UN. അടുത്ത 0 ആണ്, അപ്പം നിൽ. ഇനി 7ന് നമ്മൾ എന്താണ്? സെപ്റ്റ് എന്ന് വിളിച്ചു, അപ്പൊ സെപ്റ്റ്. ഇനി എന്തും കൂടെ ചേർക്കും? IUM ചേർക്കും, അപ്പൊ IUM അണ്ണിൽ സെപ്റ്റിയം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് IUPAC 100ന് ശേഷമുള്ള എലമെന്റുകൾക്ക് പേരിടാൻ കൊണ്ടുവന്ന ഒരു റൂൾ. പ്രശ്നപരിഹാരമായിട്ട് ഇനി ഇങ്ങനെ പേരിട്ടാൽ മതി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ 100ന് ശേഷമുള്ള എലമെന്റുകൾക്ക്, കണ്ടുപിടിക്കുന്ന എലമെന്റുകൾക്ക് അങ്ങനെ അങ്ങ് പേരിട്ട് പോയി. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ എബവ് 100. അറ്റോമിക് നമ്പർ എബവ് 100ന് ശേഷം വരുന്ന അറ്റോമിക് നമ്പേഴ്സ് എങ്ങനെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം IUPAC നോമൻക്ലേച്ചർ പ്രകാരമുള്ള 101 മുതൽ 118 വരെയുള്ള എലമെന്റുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ നെയിമും അവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഇതിന്റെ സിമ്പലും കൂടെ ടീച്ചർ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ അണ്ണിൽ ഹെക്സിയം നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിന്റെ സിമ്പൽ എങ്ങനെ വരും? ആദ്യത്തെ ലെറ്റർ U അല്ലേ, U. അപ്പൊ അടുത്ത ഏതാണ്? നിൽ. അപ്പൊ എന്ത് വരും? N വരും. അടുത്ത ഹെക്സിയം ആണ്, അപ്പൊ ഹെക്സിയം ആകുമ്പോൾ നമ്മൾ ഏത് സിമ്പൽ കൊടുക്കും? H. ഇങ്ങനെയാണ് ഇതിന്റെ സിമ്പൽ ഇടുന്നത്. ഓക്കെ, അപ്പൊ 107 ഇതിന്റെ സിമ്പൽ നമ്മൾ എങ്ങനെ ഇടും? UN സെപ്റ്റിയം. അപ്പം യെസ് എന്ന് നമ്മൾ സിമ്പൽ ഇടും. ഓക്കെ, അതാണ് ആ സിമ്പിൾസ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ ഓരോ സിമ്പിൾസ് കാണിച്ചിരിക്കുന്നത്? 101 അണ്ണിൽ യുണിയം എന്ന് നമ്മൾ എഴുതിയപ്പോൾ UN U എന്ന് കൊടുത്തു. ഇവിടെ 106 നമ്മൾ എഴുതിയതാണ് അല്ലേ, UN H എന്ന് വന്നു. അതേപോലെ 107 അണ്ണിൽ സെപ്റ്റിയം, അപ്പൊ UN S എന്ന് കൊടുത്തു. ഇങ്ങനെയാണ് സിമ്പിൾ ഇടുന്നത്. ഇത് IUPAC പറഞ്ഞ നോമൻക്ലേച്ചർ പ്രകാരം നമ്മൾ 101 തൊട്ടുള്ള എലമെന്റുകൾക്ക് പേരിട്ടതാണ്. പക്ഷെ മക്കളെ, ഇതിന്റെ ഒഫീഷ്യൽ നെയിം ഉണ്ടല്ലോ, ഇതിന് നിലവിൽ വന്ന പേരുകളുണ്ടല്ലോ, ആ പേരുകൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ട്രിക്ക് വെച്ചതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ, ഒരു ട്രിക്ക് മിസ് പറഞ്ഞുതരാം. ആ ട്രിക്ക് ഒന്ന് ഓർത്ത് വെച്ചിരുന്ന് പഠിക്കാൻ നോക്കുക. ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ ട്രിക്ക് പാടാണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ട്രിക്ക് വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കുവാണെങ്കിൽ മാറ്റേണ്ട, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. മിസ് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിസ് പഠിച്ച ഒരു ട്രിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, നോക്കിക്കേ, 101ാമത്തെ എലമെന്റ് തൊട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കഥ ഇതൊരു മിസ് എന്താ ഒരു ഇമാജിനറി കഥയാണ്, ഓർത്ത് വെക്കാൻ വേണ്ടി സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സത്യങ്ങളൊന്നും അല്ല, ഒരു ഇമാജിനറി കഥയാണ്. നമുക്ക് എന്താ ആവശ്യം? നീറ്റ് 2025 നമുക്ക് പഠിക്കണം അല്ലേ, നമുക്ക് സെറ്റ് ആക്കണം, നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ട്രിക്കുകളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇതുപോലെ മൈൻഡ് മാപ്പുകളൊക്കെ ഉണ്ടാക്കി, കോൺസെപ്റ്റ് മാപ്പൊക്കെ ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്നത് നിലനിൽക്കുക, നിങ്ങൾ മറന്നു പോവുകയില്ല. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ട്രിക്ക് എന്ന് നോക്കാം. മക്കളെ, ഒരു ചെറിയ കഥയാണ്, നമുക്കൊരു കഥ പറയാം. ഓക്കെ, അപ്പോൾ കഥയുടെ തുടക്കം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിന് ഇന്ന് കാണുന്ന ഒരു ഫോമിലേക്ക് ആകാൻ വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ച, കുറേ കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരാളാണ് നമ്മുടെ മെൻഡലീവ് അല്ലേ. ഓക്കെ അല്ലേ, മെൻഡലീവ് ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് നയിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ മെൻഡലീവിന്റെ 2 ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ലോറൻസും റുദർഫോർഡും. ഓക്കെ, അപ്പോൾ ഈ മെൻഡലീവിന് നൊബേൽ വേണം. മെൻഡലീവിന് നൊബേൽ കിട്ടണമെന്ന് ആർക്കൊക്കെയാണ് ആഗ്രഹം?
ലോറൻസിനും റുദർഫോർഡിനും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ആഗ്രഹപ്രകാരം അവരിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ദുബായിൽ പോയാൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാൻ പറ്റും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, ദുബായിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അവർ ഫ്ലൈറ്റിലല്ല പോയത്, അവർ കാറിലാണ് പോയത്. സീബോർഗിയം എന്ന് പറയുന്ന കാറിലാണ് ഇവർ പോയത്. അപ്പോൾ കാറൊക്കെ അല്ലേ, അത്ര വലിയ രസങ്ങളൊന്നുമില്ല. എന്താണ്, ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ കുറച്ച് രസമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു കാറിലാണ്, വലിയ രസങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ബോറടിച്ചാണ് പോയത്. ഓക്കെ, പോയി അവർ ചെന്നു, ദുബായിൽ ചെന്നു. അങ്ങനെ അവർ ഹസൻ എന്നൊരാളെ അവിടെ മീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഹസനെ മീറ്റ് ചെയ്തപ്പോൾ ഹസൻ പറഞ്ഞു, ഇവിടെ ഡാം സ്റ്റേഡിയം എന്ന് പറയുന്നൊരു സ്റ്റേഡിയം ഉണ്ട്, അവിടെ പോയിട്ട് ഒരു 3 ആൾക്കാരെ നിങ്ങൾ കാണണം. ആ 3 ആൾക്കാരെ കണ്ടാൽ അവരാണ് ഈ നൊബേലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പൊക്കോളും, അവിടെ പോയാൽ ഈ 3 ആളുകളെ കാണണം. പിന്നെ അവർക്ക് ഫ്ലവർ ഇഷ്ടമാണ്, അവരെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾ ഫ്ലവറും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആരാണ്, നമ്മുടെ ലോറൻസും റുദർഫോർഡും കൂടെ തീരുമാനിച്ചു, ഓക്കെ ശരി നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പോകാം. അങ്ങനെ സ്റ്റേഡിയത്തിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെയാണ് അവർ റോഞ്ചനെയും കോപ്പർനിഷ്യത്തിനെയും പിന്നെ നിഹോണിയത്തിനെയും ഇവർ കാണാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് കൊണ്ടുപോകണം, ഫ്ലവർ കൊണ്ടുപോകണം. അപ്പോൾ ഇവർ ഫ്ലവറും കൊണ്ടാണ് പോയത്. ഫ്ലവറും കൊണ്ട് പോയി സംസാരിച്ചു. ഓക്കെ സെറ്റ്, നോബൽ ആർക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു, മെന്റലീവിന് തന്നെ നോബൽ കൊടുക്കാൻ, പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് നിങ്ങൾ കാറിലൊക്കെ വന്നേല്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഫേമസ് 2 സിറ്റികളുണ്ട്. എന്താണ്, ലിവർമോറിയോ മോസ്കോവിയോ. ആ സിറ്റിയിൽ ടെന്നീസ് കളിക്കാനൊക്കെ അവിടെ ഫേമസ് ആണ്. അവിടെ പോയി 2 ടെന്നീസും കളിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള കാർ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. അത് എന്താണ്, നിസ്സാരപ്പെട്ട കാറൊന്നുമല്ല, ഒഗനസോൺ എന്ന കാറിലാണ് നിങ്ങൾ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് പോയിട്ട് കാര്യമൊക്കെ സാധിച്ച് തിരിച്ചു വന്നു. ഇതാണ് കഥ. ഓക്കെ, അപ്പോൾ ഈ കഥയിൽ നിന്നും നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ കഥ ട്രിക്ക് മിസ് ഒന്ന് എഴുതി തരാം നിങ്ങൾക്ക്. എന്താണ്, മെന്റലീവിന് നൊബേലിന് വേണ്ടിയിട്ട്, മിസ് മലയാളത്തിലങ്ങ് എഴുതുവാണേ, നൊബേലിന് വേണ്ടിയിട്ട് ആരാണ്, നമ്മുടെ ലോറൻസും റുദർഫോർഡും ദുബായിലേക്ക് എങ്ങനെയാ പോയത്, സീബോർഗിയം എന്ന കാറിൽ ബോറടിച്ചാണ് പോയത്. ഓക്കെ, ബോറടിച്ച് പോയി. ഓക്കെ, ഇതുവരെ കഥ ഓക്കെ ആണല്ലോ. ഇനി അവിടെ ചെന്നവരെ ആരെ മീറ്റ് ചെയ്തു, അവിടെ ചെന്നവർ ഹസൻ എന്നൊരാളെ അവരെന്ത് ചെയ്തു, ഹസൻ എന്ന ആളിനെ അവർ മീറ്റ് ചെയ്തു. ഓക്കെ, മീറ്റ് ചെയ്തു. അപ്പോൾ ഹസൻ എന്താണ് പറഞ്ഞത്, എങ്ങോട്ട് പോകണം, ഹസൻ പറഞ്ഞതനുസരിച്ച് അവർ ഡാം സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു സ്റ്റേഡിയം ഉണ്ട്, ഡാം സ്റ്റേഡിയത്തിൽ പോകണം. പോയിട്ട് ഒരു 3 ആളുകളെ കാണണം. 3 പേരെ കാണാൻ പറഞ്ഞു. ആരാണ് ആ 3 പേര്, റോഞ്ചൻ പിന്നെ കോപ്പർനിഷ്യം പിന്നെ ആരാണ്, നിഹോണിയം. ഇതാണ് ആ 3 ആളുകൾ. ഇവരെ മീറ്റ് ചെയ്യണം. ഇവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് കൊണ്ടുപോകണം, ഫ്ലവറും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലവറും കൊണ്ടുപോയി. ഓക്കെ, മെന്റലീവിന് തന്നെയാണ് നൊബേൽ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് അവരെ സെറ്റാക്കി ഓക്കെ ആക്കി അവരെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇവിടെ വന്നേലേ, ഇവിടുത്തെ ഫേമസ് 2 സിറ്റി ഉണ്ട്. ഏതാണ്, മോസ്കോവിയം എന്ന് പറയുന്ന സിറ്റിയും ലിവർമോറിയം എന്ന് പറയുന്ന സിറ്റിയുണ്ട്. ആ സിറ്റിയിൽ പോയി ടെന്നീസ് കളിച്ച്, അതിനുശേഷം ഇവർക്ക് പോകാനുള്ള ഒരു കാറ്, ടെന്നീസ് കളിച്ചതിന് ശേഷം ഒഗനസോൺ എന്ന കാറിൽ അവരെന്ത് ചെയ്തു, തിരിച്ച് നാട്ടിലെത്തി. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോഡിൽ ഒരു കഥ നിങ്ങൾ ഓർത്ത് വെച്ച് ഈ കഥ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, കഥയിൽ മെന്റലീവിന് നമ്മുടെ ആരാണ്, 101ാമത്തെ എലമെന്റ് മെന്റലീവിയം. അടുത്ത നൊബേലിന് വേണ്ടിയിട്ട് നൊബീലിയം. ആരാണ് പോയത്, ലോറൻസും റുദർഫോർഡും. ലോറൻസിയം റുദർഫോർഡിയം. എങ്ങോട്ടാണ് പോയത്, ദുബായിലേക്ക് പോയി. ഡബ്നിയം. എങ്ങനെയാണ് പോയത്, സീബോർഗിയം എന്ന കാറിൽ. അപ്പോൾ സീബോർഗിയം. ഇനി എങ്ങനെയാ പോയത്, ബോറടിച്ച്, ദെൻ ബോറിയം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി അവിടെ ചെന്നപ്പോൾ അവർ ആരെ കണ്ടു, ഹസനെ കണ്ടു. ഹസനെ മീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, മെറ്റ്നേറിയം. ഇനി ഹസനെ കണ്ടപ്പോൾ ഹസൻ എന്താ പറയുന്നത്, സ്റ്റേഡിയം ഉണ്ട്, ആ സ്റ്റേഡിയത്തിൽ പോയി 3 ആളുകളെ കാണണം. അപ്പം ഡാം സ്റ്റേഡിയം, റോഞ്ചീനിയം, കോപ്പർനിഷ്യം, നിഹോണിയം 3 ആളെ മീറ്റ് ചെയ്തു. അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഫ്ലവർ കൊടുത്തു, ഫ്ലറോവിയം. ഓക്കെ,
ഫ്ലവർ കൊടുത്തു, ഫ്ലറോവിയം. അടുത്ത അവിടുത്തെ ഫേമസ് 2 സിറ്റി ഉണ്ട്, മോസ്കോവിയോ ലിവർമോറിയം. എന്തിനാണത് ഫേമസ്? ടെന്നീസ് കളിക്കാണ് ഫേമസ്. ടെന്നീസ് കളിക്ക് ഫേമസ് ടെന്നിസൈൻ. ഓക്കെ, ടെന്നിസൈൻ. ഇനി അവർ എങ്ങനെയാണ് പോയത്? ഒഗിനിസോൺ എന്ന കാറിൽ അവർ പോയി. ഓക്കെ, അപ്പോൾ കാർ ഒഗിനിസോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പോൾ നിങ്ങൾ കോഡ് സെറ്റായി. ഈ കോഡ് സെറ്റ് ചെയ്ത് നിങ്ങൾ 101 മുതൽ 118 വരെയുള്ള എലമെന്റുകളുടെ ഒഫീഷ്യൽ നെയിം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓൾറെഡി നിങ്ങൾക്ക് നോമൻക്ലേച്ചർ UPSC നോമൻക്ലേച്ചർ എഴുതാൻ അറിയാം. അതിൻ്റെ കൂടെ ഈ ഒഫീഷ്യൽ പേരുകളും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇതല്ല വേറെ ഏതെങ്കിലും കോഡുകൾ അതിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ മാറ്റേണ്ട, ആ കോഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതല്ല, പുതുതായിട്ട് പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഫോളോ ചെയ്ത് ഈ ഒരു കഥ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് 101 മുതൽ 118 വരെയുള്ള എലമെന്റുകളുടെ ഒഫീഷ്യൽ നെയിം നല്ല അടിപൊളിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണേ? അപ്പോൾ നിങ്ങൾ പേരിടാനും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണേ? UPSC നോമൻക്ലേച്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം നമ്മൾ പേരിടാനൊക്കെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആയി. അപ്പോൾ അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മളിത് ഓൾറെഡി കണ്ടതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ പീരീഡ് സബ്ഷെൽ സീക്വൻസിൽ നമ്മൾ കണ്ടതാണ്. ഒന്നാമത്തെ പീരീഡിൽ ഏതൊക്കെ പീരീഡ് സബ്ഷെല്ലുകൾ വരും? 1s മാത്രമേ വരുന്നുള്ളൂ. എത്രയാണ് അവിടുത്തെ എലമെന്റുകൾ? 2 എലമെന്റുകളാണ് അവിടെ ഉള്ളത്. അടുത്തപോലെ രണ്ടാമത്തെ പീരീഡിൽ 2s-ഉം 2p-യും വരും. അപ്പോൾ അവിടെ എത്ര എലമെന്റുകൾ? 3 1 4 4 × 2 8 എലമെന്റുകൾ അവിടെ വരുന്നു. ഇനി മൂന്നാമത്തെ പീരീഡിലോ? അവിടെ 3s-ഉം 3p-യും വരുന്നു. അവിടെയും 8 എലമെന്റുകളാണ്. അടുത്ത നാലാമത്തെ പീരീഡ് വന്നിട്ട് അവിടെ 4s-ഉം ഉണ്ട്, 3d-യും ഉണ്ട്, 4p-യും ഉണ്ട്. അപ്പോൾ എത്ര വരും? s-ൽ 1, d-ൽ 5, p-ൽ 3, അങ്ങനെ 18 എലമെന്റുകൾ അവിടെ വരുന്നുണ്ട്. അഞ്ചാമത്തെ പീരീഡിലും സെയിം അതേപോലെ 5s-ഉം 4d-യും 5p-യുമാണ് അവിടെ വരുന്നത്. അവിടെയും 18 എലമെന്റുകൾ വരുന്നു. ആറാമത്തെ പീരീഡിലോ 6s, 4f, 5d, then 6p. അവിടെ എത്ര എലമെന്റ്? അങ്ങനെ ടോട്ടൽ 32 എലമെന്റ്സ് അവിടെ വരുന്നുണ്ട്. അതുപോലെ 7th പീരീഡിലും 7s, 5f, 6d ആൻഡ് 7p. അവിടെ എത്ര എലമെന്റ് വരുന്നു? 32 എലമെന്റ്സ് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ പീരീഡ്സ് എന്ന ടോപ്പിക്കും നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ക്ലിയർ ആയതാണ്. കാരണം പീരീഡ് സബ്ഷെൽ സീക്വൻസ് പ്രകാരം ആ ഫോർമുല പ്രകാരം നിങ്ങൾക്ക് എഴുതാൻ വൃത്തിക്ക് അറിയാം അല്ലേ? ഏതായിരുന്നു നമ്മുടെ ഫോർമുല? ns, then to n-2f, അവിടെ നിന്നും n-1d, then to n-p. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണേ? ഒരു പ്രശ്നവും ഇല്ലല്ലോ? ഇപ്പം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് നോക്കാം. ഓക്കെ, അതായത് ഗ്രൂപ്പ് പീരീഡ് ബ്ലോക്ക് ഐഡന്റിഫിക്കേഷൻ. മക്കൾ ഇത് 2 രീതിയിൽ നമുക്ക് പഠിക്കാം. അതായത് ഒരു എലമെന്റ് നിങ്ങൾക്ക് തന്നാൽ അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു, ഏത് പീരീഡിൽ വരുന്നു, ഏത് ബ്ലോക്കിൽ വരുന്നു, ഇത് 2 കേസുകളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം അറ്റോമിക് നമ്പർ ആണ് തന്നിരിക്കുന്നത്. അറ്റോമിക് നമ്പർ Z ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരിക്കുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് ഗ്രൂപ്പും ബ്ലോക്കും പീരീഡും ഐഡന്റിഫൈ ചെയ്യാനുള്ള ട്രിക്കും പറഞ്ഞു തരാം. അപ്പം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം പീരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷനിൽ ഒന്നാമത്തെ കേസ് നമുക്ക് പഠിക്കാനുള്ളത് വെൻ അറ്റോമിക് നമ്പർ ഈസ് ഗിവൺ. നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ തന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ Z ഉണ്ടെങ്കിൽ ആ ഗിവൺ സെഡിന്റെ പീരീഡ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ദ നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ്. അതായത് തൊട്ടടുത്തുള്ള ഇനർട്ട് ഗ്യാസ് ഏതാണോ അതാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇനർട്ട് ഗ്യാസുകൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ ഇനർട്ട് ഗ്യാസുകൾ? നോക്കിക്കേ, ആദ്യം ഹീലിയം, നിയോൺ, എന്താണ് ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനസോൺ. നമുക്കത് അങ്ങോട്ട് എഴുതി നോക്കാം. ഓക്കെ, നമ്മുടെ ഇനർട്ട് ഗ്യാസുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനസോൺ. ഓക്കെ, അപ്പോൾ അത് ഓരോ പീരീഡുകൾ എഴുതാം. ഒന്നാമത്തെ പീരീഡ്, രണ്ടാമത്തെ പീരീഡ്, മൂന്നാമത്തെ പീരീഡ്, നാലാമത്തെ പീരീഡ്, അഞ്ചാമത്തെ പീരീഡ്, ആറാമത്തെ പീരീഡ്, ഏഴാമത്തെ പീരീഡ്. ഇതാണ് നമ്മുടെ പീരീഡ്. ഇനി ഇതിൻ്റെയൊക്കെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയം വരുമ്പോൾ 2, നിയോൺ 10, 18, 36, അടുത്ത 54 വരും, റെഡോൺ വരുമ്പോൾ 86, ഇത് വരുമ്പോഴത്തേക്കും ഓർഗാനസോൺ വരുമ്പോൾ 118. ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിക്കേ, ഈ എലമെൻസിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. 8 എലമെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും 8 എലമെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എത്രയാണ്? 18 എലമെൻറ്റ്, ഇവിടെയും 18 എലമെൻറ്റ്, ദെൻ 32, ദെൻ 32. ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? അവിടുത്തെ പീരീഡ് നമ്മൾ എഴുതി, അറ്റോമിക് നമ്പറും എഴുതി. ഓക്കെ, അപ്പം നമ്മുടെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരമുള്ള എന്താണ് പറഞ്ഞിരിക്കുന്നത്? പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഗിവൺ ഇസഡിന്റെ പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. സേ ഇപ്പോൾ 83ാമത്തെ ഒരു എലമെന്റ്, 83ാമത്തെ എലമെന്റിന്റെ പീരീഡ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 83ാമത്തെ എലമെന്റ്. അപ്പം റൂൾ പ്രകാരം
ആ ഗിവൺ ഇസഡിന്റെ തൊട്ടടുത്ത ഇനർട്ട് ഗ്യാസ് ഏതാണോ അതാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 83 കഴിഞ്ഞിട്ട് വരുന്ന ഇനർട്ട് ഗ്യാസ് ഏതാണ്? 86 ആണ്. അത് വരുന്നത് ഏത് പീരീഡിലാണ്? 6ാമത്തെ പീരീഡിലാണ്. ഓക്കെ, അപ്പം ഇത് വരുന്നത് 6ാമത്തെ പീരീഡിലാണെന്ന് നമുക്ക് കിട്ടി. അപ്പം അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 6s, അതിൽ നിന്നും 4f, then to 5d, then to 6p. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ഫില്ലിങ് കോൺഫിഗറേഷൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്? അപ്പോൾ ഇലക്ട്രോൺസിനെ എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും നമ്മൾ? നോക്കിക്കേ, ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഇനർട്ട് ഗ്യാസ് ഏതാണ്? സെനോൺ ആണ്. അപ്പോൾ സെനോൺ, അതിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് 6s വരും, പിന്നെ 4f വരും, പിന്നെ 5d വരും, പിന്നെ 6p വരും. ഈ ഒരു ഫോളോയിങ് റൂൾ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എങ്ങനെ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യും? നോക്കിക്കേ, ഇവിടെ തൊട്ട് മുന്നേ ഉള്ള ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് 54 ആണ്. നമ്മുടെ എലമെന്റ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 83 ആണ്. അപ്പോൾ ഈ 83 മൈനസ് ഈ 54 എന്ന് ചെയ്തേ, അപ്പോൾ എത്ര കിട്ടും? 13, 4 പോയ 9 വന്ന് 29 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആ ഇലക്ട്രോൺസുകളെ നമ്മൾ ഇനി ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ? മതി. അപ്പോൾ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും? ഓക്കെ, സെനോൺ നമുക്കറിയാം, സെനോണിൻ്റെ അറ്റോമിക് നമ്പർ 54 ആണ്. അത് കഴിഞ്ഞിട്ട് 6sൽ 2 എണ്ണം നമ്മൾ ഫില്ല് ചെയ്തു. അതേപോലെ 4fൽ നമ്മൾ 14 എണ്ണം ഫില്ല് ചെയ്തു. 5dയിൽ നമ്മൾ മാക്സിമം 10 ആണ്, 10 ഫില്ല് ചെയ്തു. ഇപ്പം തന്നെ എത്ര എണ്ണമായി? 14, 10, 24, 2, 26. നമുക്ക് 29 എണ്ണമാണ് വേണ്ടത്. അപ്പം നമ്മുടെ 6pയിൽ എത്ര എണ്ണം വരും? 6pയിൽ 3 എണ്ണം വരും. ക്ലിയർ ആയോ? ഇനി വേറൊരു എലമെന്റ് നമുക്ക് നോക്കാം. 82ാമത്തെ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് തന്നെ ചെയ്യാം. 82ാമതാണ് നമ്മുടെ എലമെന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, 82 ആണ് നമ്മുടെ എലമെന്റ്. നമ്മൾക്ക് ആകെ ഉള്ളത് ഈ ഒരു ഗിവൺ അറ്റോമിക് നമ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും നോക്കണം. 82 എന്ന് പറയുമ്പോൾ അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസിന്റെ പീരീഡ് ഏതാണോ അതാണ്. അപ്പോൾ 82 എന്ന് പറയുന്നതിന്റെയും നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ 86 ആണ് വരുന്നത്. അതിന്റെ പീരീഡ് എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ പീരീഡ് നമുക്ക് ഇവിടെയും എന്ത് തന്നെ കിട്ടി? പീരീഡ് എന്ന് പറയുന്നത് ഇവിടെയും 6 തന്നെയാണെന്ന് മനസ്സിലായി. ഇനി അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ പോകും? ഇവിടെയും 6s, അവിടെ നിന്നും 4f, അവിടെ നിന്നും 5d, then to 6p. ഇങ്ങനെ തന്നെയായിരിക്കും അതിന്റെ കോൺഫിഗറേഷൻ പോകുന്നത്. ഓക്കെ ആണേ? ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതും? തൊട്ട് മുന്നിലുള്ള ഇനർട്ട് ഗ്യാസ്, ദാറ്റ് ഈസ് അതും ഏത് തന്നെയാണ്? സെനോൺ ആണ്. ഓക്കെ, സെനോൺ 54 ആണ്. അപ്പം നമ്മൾ 82ൽ നിന്നും 54 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും അല്ലേ? അപ്പം ബാക്കി 28 ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 6sൽ 2, 4fൽ 14, 5dയിൽ നമ്മൾ 10 ഫില്ല് ചെയ്തു. അടുത്ത 6pയിൽ എത്ര വരും ബാക്കി? 24, 2 എണ്ണം. ഓക്കെ, 6pയിൽ 2 എണ്ണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി എങ്ങനെ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെയാണ് ഇവരുടെ ഗ്രൂപ്പ് നമ്മൾ പറയുന്നത്? നോക്കിക്കേ, ഇപ്പം നമുക്ക് പീരീഡിനെ പറ്റിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി എങ്ങനെ നമ്മൾ ഗ്രൂപ്പ് പറയും? നിങ്ങൾ നോക്കിക്കേ, 58 മുതൽ 71 വരെ, അതായത് ആരാണ് ഇവർ? നമ്മുടെ ലാന്തനോയിഡുകളാണല്ലേ, നമ്മുടെ ലാന്തനോയിഡുകൾ. നോക്കിക്കേ, നമ്മുടെ ലാന്തനോയിഡ് സീരീസ് ആണ്, ലാന്തനോയിഡ് സീരീസ്. ഇവരുടെ ഗ്രൂപ്പ് ഏതാണ്? ഇവരുടെ ഗ്രൂപ്പ് എപ്പോഴും 3 ആണ് വരുന്നത്. അതുപോലെ ഇവരുടെ ബ്ലോക്ക് ഏത് വരും? നോക്കിക്കേ, ഇതെത്ര ഇവർ ഏത് ബ്ലോക്കാണ് ലാന്തനൈഡ് സീരീസ് എന്ന് പറയുന്നത്? എഫ് ബ്ലോക്കാണ്. ഇനി ഏത് പീരീഡിലാണ് ലാന്തനൈഡ് സീരീസ് വരുന്നത്? നമുക്കറിയാം, താഴെ എഫ് ബ്ലോക്കിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ വരുന്ന ആൾക്കാരെയാണ്. അപ്പോൾ ലാന്തനൈഡ് സീരീസ് എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? നമ്മുടെ 6ാമത്തെ പീരീഡിൽ വരുന്നവരാണ്. അടുത്ത് നോക്കിക്കേ, 90 മുതൽ 103 വരെയുള്ള എലമെന്റുകൾ ആരാണ്? അവർ ഏത് സീരീസാണ്? നമ്മുടെ ആക്റ്റിനൈഡ് സീരീസ്. ഓക്കെ, ആക്റ്റിനൈഡ് സീരീസ്. ഇനി അവരുടെ ഗ്രൂപ്പ് ഏത് തന്നെയാണ്? അവരുടെ ഗ്രൂപ്പ് എപ്പോഴും 3 തന്നെയാണ്. അവരുടെ ബ്ലോക്ക് ഏതാണ്? എഫ് ബ്ലോക്ക് ആണ്. പക്ഷെ അവർ ഏത് പീരീഡിൽ വരുന്നു? 7ാമത്തെ പീരീഡിലാണ് അവർ വരുന്നത്. ക്ലിയർ ആയേ? ഓക്കെ ആണേ? ഇനി നോക്കിക്കേ, നമ്മുടെ എലമെന്റ് 104 ശേഷം 118 വരെയുള്ള എലമെന്റ്, 104 മുതൽ 118 വരെയുള്ള എലമെന്റുകളാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് അറ്റോമിക് നമ്പർ ആയിരിക്കും. ആ അറ്റോമിക് നമ്പറിന്റെ അവസാനത്തെ 2 ഡിജിറ്റുകളായിരിക്കും അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഇനി അവരുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് നോക്കിക്കേ, 104 മുതൽ 112 വരെ ഉള്ളവർക്കും 113 മുതൽ 118 വരെ ഉള്ളവർക്കും ഇവരുടെ പിയും ഇവരുടെ ഡിയുമാണ് ബ്ലോക്കുകൾ വരുന്നത്. ശ്രദ്ധിച്ചോണേ, 104 മുതൽ 112 വരെ പി ബ്ലോക്കും 113 മുതൽ 118 വരെ ഡി ബ്ലോക്കും ആണ് അവർക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇവരുടെ പീരീഡ് ഏത് തന്നെയാണ്? ഇവര് 7ാമത്തെ പീരീഡിൽ തന്നെയാണ് വരുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ ഗ്രൂപ്പുകളും കാര്യം മനസ്സിലായല്ലോ, ബ്ലോക്കും ഗ്രൂപ്പും കാര്യവും പീരീഡും നിങ്ങൾക്ക് ക്ലിയർ ആയി. ഓക്കെ ആണേ?
സെറ്റാണേ. അങ്ങനെയാണെങ്കിൽ ഇനി ഫോർ അതർ എലമെന്റ്സ്, ബാക്കിയുള്ള കുറച്ച് എലമെന്റുകളില്ലേ, നമ്മുടെ ആദ്യമുള്ള കുറച്ച് എലമെന്റുകളുടെ അവർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർ അതർ എലമെന്റ്സ് അവരുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഫോർ അതർ എലമെന്റ്സ് അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നിരിക്കുന്നു? അറ്റോമിക് നമ്പർ തന്നാലുള്ള കാര്യമാണ് നമ്മുടെ പറയുന്നത്. അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഗിവൺ അറ്റോമിക് നമ്പർ പ്ലസ് 18 മൈനസ് അറ്റോമിക് നമ്പർ ഓഫ് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ്, മൈനസ് അറ്റോമിക് നമ്പർ ഓഫ് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ്. ഇതാണ് അവരുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അവരുടെ ഇക്വേഷൻ. അപ്പോൾ ഫോർ അതർ എലമെന്റ്സ് ബാക്കിയുള്ള എലമെന്റുകൾക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ, അത് അറ്റോമിക് നമ്പർ തന്നിരിക്കുന്ന കേസല്ലേ, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന അറ്റോമിക് നമ്പറിൻ്റെ കൂടെ 18 കൂട്ടും, അതിൽ നിന്നും നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസിനെ നമ്മൾ മൈനസ് ചെയ്യും. സേ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം അറ്റോമിക് നമ്പർ 50, അറ്റോമിക് നമ്പർ 50യുടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിരിക്കുന്നു ഇസഡ് ഗിവൺ എത്രയാണ്? 50 ആണ്. പ്ലസ് 18 മൈനസ് സെഡ് ഓഫ് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ്. നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും xenon ആണ്. എത്രയാണ്? 54 ആണ്. അപ്പോൾ 54 ദാറ്റ് ഈസ് 68 മൈനസ് 54 എത്ര കിട്ടും നമുക്ക്? 14 എന്ന് കിട്ടും. അപ്പോൾ എത്രാമത്തെ ഗ്രൂപ്പിൽ വരുന്നു? 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ്. കിട്ടിയോ? ഇനി നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ, ഈ ഒരു ഫോർമുല നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റും. ഇഫ് വാല്യൂ കംസ് ഇൻ നെഗറ്റീവ്, നെഗറ്റീവിലാണ് നമ്മുടെ വാല്യൂ വരുന്നതെങ്കിൽ എന്താവും? നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറുന്നു. അതായത് നമ്മുടെ ഇക്വേഷൻ ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു അവിടെയും ഗിവൺ അറ്റോമിക് നമ്പർ പ്ലസ് 18 പകരം എന്താകുന്നു? 32 മൈനസ് ഇസഡ് ഓഫ് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ്. ഇതാവും നമ്മുടെ ഇക്വേഷൻ. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ ഒന്ന് മാറും. നമ്മുടെ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇക്വേഷൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറും. ക്ലിയർ ആയേ? അപ്പോൾ ഗ്രൂപ്പ് നമ്പർ, ബാക്കിയുള്ള എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഗിവൺ അറ്റോമിക് നമ്പർ പ്ലസ് 18 മൈനസ് അറ്റോമിക് നമ്പർ ഓഫ് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ്. ഇനി നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗിവൺ അറ്റോമിക് നമ്പർ പ്ലസ് 32 മൈനസ് അറ്റോമിക് നമ്പർ ഓഫ് നെക്സ്റ്റ് ഇനർട്ട് ഗ്യാസ് നമ്മൾ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, അറ്റോമിക് നമ്പർ 12 വരെ ഉള്ളവർക്ക് ഈ ഒരു റൂള് ബാധകമല്ല, ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ? അതായത് അറ്റോമിക് നമ്പർ തന്നിരുന്നാൽ ആ ഗിവൺ എലമെന്റിന്റെ ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡ് കണ്ടുപിടിക്കാൻ സെറ്റായോ? നിങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത കേസിലോട്ട് പോകാം. അടുത്ത കേസ് എന്തായിരുന്നു? വെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഗിവൺ. നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരിക്കുകയാണ്, അവിടെ നിന്നും പീരീഡ് നമ്പറും ബ്ലോക്കും ഗ്രൂപ്പും നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ അല്ലെങ്കിൽ പീരീഡ് നമ്പർ, നിങ്ങൾ ഫസ്റ്റ് പീരീഡ് നമ്പർ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ളത് പീരീഡ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ കോൺഫിഗറേഷനിൽ എന്നിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണോ, മാക്സിമം വാല്യൂ ഓഫ് എൻ ഗിവൺ ഇൻ ദ കോൺഫിഗറേഷൻ, അതാണ് അതിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു കോൺഫിഗറേഷൻ തന്നിരുന്നാൽ മാക്സിമം വാല്യൂ ഓഫ് എൻ ഇൻ ദാറ്റ് കോൺഫിഗറേഷൻ ആണ് നമ്മുടെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ബ്ലോക്ക് ഡിസൈഡ് ചെയ്ത്? ഓക്കെ, ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലോട്ടാണ് കയറുന്നതെന്ന് നോക്കിയിട്ടാണ് ഇന്ന ബ്ലോക്ക് ആണെന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഡിസൈഡഡ് ബൈ ദ സബ്ഷെൽ ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ്. ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് എൻ്റർ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ബ്ലോക്ക് പറയുന്നത്. അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇനി ഗ്രൂപ്പ് പറയാൻ പറ്റുക? അപ്പോൾ ബ്ലോക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഗ്രൂപ്പുകളും ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. എഫ് ബ്ലോക്ക് ആണെങ്കിൽ എപ്പോഴും ഏത് ഗ്രൂപ്പായിരിക്കും? തേർഡ് ഗ്രൂപ്പായിരിക്കും വരുന്നത്. അടുത്ത ഡി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? N-1 ഡിയിലെയും NSലെയും ഇലക്ട്രോണുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി നമ്മൾ എടുക്കുന്നത് പി ബ്ലോക്ക് ആണെങ്കിൽ 12 പ്ലസ് NPയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത എസ് ബ്ലോക്ക് ആണെങ്കിൽ NSൽ
എത്ര ഇലക്ട്രോണുകളുണ്ടോ അതാണ് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എസ് ബ്ലോക്ക് ആണെങ്കിൽ എസിൽ എത്ര ഇലക്ട്രോൺ വരുന്നു, ഒന്നെങ്കിൽ NS1 ആയിരിക്കും അല്ലെങ്കിൽ NS2 ആയിരിക്കും. അപ്പോൾ എന്താണ്, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഗ്രൂപ്പാണ്. എസിൽ എത്ര ഇലക്ട്രോണുകളുണ്ടോ അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി പി ആണെങ്കിലോ പിയിൽ എത്ര ഇലക്ട്രോണുകൾ വരുന്നോ അതിന്റെ കൂടെ നമ്മൾ 12 കൂടെ ആഡ് ചെയ്യും. ഇനി ഡി ബ്ലോക്ക് ആണെങ്കിലോ അതായത് N-1 ഡിയിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ NSൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. എഫ് ബ്ലോക്ക് ആണെങ്കിൽ എപ്പോഴും ഗ്രൂപ്പ് 3 ആയിരിക്കും. ക്ലിയർ ആയോ? കോൺഫിഗറേഷൻ തന്നിരുന്നാൽ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് ആ കോൺഫിഗറേഷനിലെ മാക്സിമം എൻ വാല്യൂ ആണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലോട്ടാണ് കയറുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓരോ ബ്ലോക്കിനും ഓരോന്നായിട്ട്. എഫ് ബ്ലോക്കിനാണെങ്കിൽ എപ്പോഴും 3 ആയിരിക്കും. ഡി ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ N-1 ഡിയിലെ ഇലക്ട്രോണുകളും NSലെ ഇലക്ട്രോണുകളും നമ്മൾ ആഡ് ചെയ്യുന്നു. അടുത്ത പി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, NPയിലെ ഇലക്ട്രോണുകളും അതിന്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്യുന്നു. അടുത്ത എസ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ NSലുള്ള ഇലക്ട്രോണുകൾ നോക്കുന്നു. NSലെ ഇലക്ട്രോണുകളാണ് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയേ? ഇനി ചെറിയൊരു നോട്ട് പോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. NP ഇലക്ട്രോൺസ് അവിടെ ഉണ്ടെങ്കിൽ, NPയിലെ ഇലക്ട്രോൺസ് അത്രയുണ്ടെങ്കിൽ അത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. അടുത്ത NP ഇലക്ട്രോൺസ് ആബ്സെന്റ് ആണെങ്കിൽ അതൊന്നെങ്കിൽ എസ്, ഡി അല്ലെങ്കിൽ എഫ് ബ്ലോക്കുകളായിരിക്കും. ഇനി NS അല്ലെങ്കിൽ NS1 അല്ലെങ്കിൽ NS2 ഇലക്ട്രോണുകൾ അവിടെ ഉണ്ട്. N-1 ഡിയും N-2 എഫും ആബ്സെന്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഏത് ബ്ലോക്ക് ആയിരിക്കും? എസ് ബ്ലോക്ക് ആയിരിക്കും. ഇനി തിരിച്ചു വരുന്നു, NS1ഉം NS2 ഉണ്ട്, പക്ഷേ N-2 എഫിലും N-1 ഡിയിലും ഇലക്ട്രോണുകളും ഉണ്ടെങ്കിൽ അത് എസ് ബ്ലോക്ക് ആവില്ല. അതൊന്നെങ്കിൽ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് ആയിരിക്കും. ക്ലിയർ ആയോ? ഈ നോട്ട് ഒന്ന് ശ്രദ്ധിച്ച് വച്ചിരിക്കുക. ഓക്കെ, സെറ്റാണേ. അപ്പൊ 2 കേസുകളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന്, നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ തന്നിരുന്നാൽ എങ്ങനെയാണ് ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരുന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡുകൾ സെറ്റ് ആക്കുന്നത്. ഇത് ഓക്കെ ആയോ? ക്ലിയർ അല്ലേ? ഇവിടെ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാനാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ സെറ്റായേ? ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു സെക്ഷൻ, അത് ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡ് ഐഡന്റിഫിക്കേഷൻ ഉള്ള സെക്ഷൻ നമ്മളിവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോകുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രിക്കുകളെല്ലാം നിങ്ങൾ ക്ലിയർ ആക്കി പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നോമൻക്ലേച്ചർ ഒക്കെ പഠിച്ച് നിങ്ങൾ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് എന്താണ്? സ്ക്രീനിങ് എഫക്റ്റ് ആൻഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. എന്തായിരുന്നു മക്കളെ? സ്ക്രീനിങ് എഫക്റ്റ്. സ്ക്രീനിങ് എഫക്റ്റിന് മറ്റൊരു പേരും കൂടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഷീൽഡിംഗ് എഫക്റ്റ് അല്ലേ? എന്താണ് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളൊരു NCERT ടീച്ചർ പഠിപ്പിച്ചപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ വെച്ചൊക്കെ പറഞ്ഞു തന്നു. നമ്മളൊരു പ്രോഗ്രാം കാണാൻ പോവാണ്. അപ്പോൾ ഈ പ്രോഗ്രാം പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ കാണാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ സ്റ്റേജിൽ ഓൾറെഡി പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റേജിന്റെ ഏറ്റവും ബാക്കിലിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പ്രോഗ്രാം ഫുൾ ആയിട്ട് വിസിബിൾ ആവുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ഇടയിൽ കുറെ ആളുകൾ ഇരുന്നിട്ട് ഇതിനെ ഷീൽഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതേപോലെ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും കാണും. എന്നിരുന്നാലും ടീച്ചറിന്റെ ഫുൾ കോൺസെൻട്രേഷൻ ബാക്ക് ബെഞ്ചിലെ കുട്ടികളിലേക്ക് ടീച്ചറിന് ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അവരിൽ നിന്നും ഈ മിഡിൽ ബെഞ്ചസിൽ ഇരിക്കുന്നവർ ടീച്ചറിന്റെ ആ ഒരു അട്രാക്ഷനെ അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ ഷീൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനെയാണ്, ഈ ഒരു ഫിനോമിനെയാണ് ഷീൽഡിംഗ് എഫക്ട്. ഇത് നമ്മൾ നമ്മുടെ ന്യൂക്ലിയസിലേക്ക് വരിക. ന്യൂക്ലിയസിന്റെ ആ ഒരു ആറ്റത്തിന്റെ കൺസെപ്റ്റിലേക്ക് നോക്കുക. നമ്മുടെ ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഷെല്ലുകളുണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളിലേക്ക് ന്യൂക്ലിയസിന്റെ ഫുൾ അട്രാക്ഷൻ എത്താൻ പറ്റുന്നില്ല. ഈ നടുക്കുള്ള ഷെല്ലുകൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ ഷീൽഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എഫക്ട് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് എന്ത്? സിഗ്മ. അടുത്ത എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ Z എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം സ്ക്രീനിങ് എഫക്ട് എന്താണെന്ന് എഴുതാം. സ്ക്രീനിങ് എഫക്ട് എന്തായിരുന്നു മക്കളെ? സ്ക്രീനിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ, ഓക്കെ, കളർ മാറ്റിയിട്ട് നമുക്കൊന്ന് എഴുതാം. റിപ്പൽസീവ് ഫോഴ്സ് exerted by inner shell electrons towards ഔട്ടർ ഇലക്ട്രോൺസ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? റിപ്പൽസീവ് ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഔട്ടർ ഇലക്ട്രോൺസ്. അതിനെയാണ് സ്ക്രീനിങ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഓർഡർ ഉണ്ട്. ഈ സ്ക്രീനിങ് ഓർഡർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിന്റെ ഓർഡർ ആർക്കായിരിക്കും സ്ക്രീനിങ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ? എസിന് കൂടുതലായിരിക്കും, പിന്നെ പി, പിന്നെ ഡി, പിന്നെ എഫ്. എഫിനൊക്കെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് Z എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? Z എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കളർ മാറ്റി കൊടുക്കാം. റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ
attraction on outermost electrons. Force of attraction on outermost electronsനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെഡ് എഫക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ സെഡ് എഫക്റ്റീവ്, അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് സിഗ്മ. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ മൈനസ് സിഗ്മ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ പറ്റിയിട്ടും സ്ക്രീനിങ് എഫക്റ്റിനെ പറ്റിയിട്ടും നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഓക്കെ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, അതുപോലെ സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ സെഡ് എഫക്റ്റീവിന്റെ അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ ജനറൽ ട്രെൻഡ് എന്താണ്. ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതേപോലെ ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ സെഡ് എഫക്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ജനറൽ ട്രെൻഡ് ഓഫ് സെഡ് എഫക്റ്റീവ് ഇത് മെയിൻ ആയിട്ടും എസ് ആൻഡ് പി ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ജനറൽ ട്രെൻഡ് പറയുന്നത്. ഓക്കെ, എസും പി ബ്ലോക്കിനും. അപ്പോൾ നമുക്ക് താഴേക്ക് വരുന്നതൊന്ന് വരയ്ക്കാം. ടോപ്പ് ടു ബോട്ടം താഴേക്ക് വരുന്നതും പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇതാ പോയിക്കൊണ്ട് ഇരിക്കുവാണ്. പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നു, ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുന്നു. ഇങ്ങനെ പോകുമ്പം പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം അവിടെ എൻ, അതായത് നമ്മുടെ അറ്റോമിക് നമ്പർ എപ്പോഴും എന്താണ്, നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെല്ലുകൾ എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുപോലെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം ഇൻക്രീസ് ചെയ്യും. ഈ ടോപ്പ് ടു ബോട്ടം താഴേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, ഷെൽ നമ്പർ കൂടിക്കൂടി വരികയാണല്ലേ, ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ സൈസ് എന്ത് ചെയ്യും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് തന്നെ സൈസ് എന്ത് ചെയ്യും, സൈസ് ഡിക്രീസ് ചെയ്യും അല്ലേ. അവിടെ സൈസ് ഡിക്രീസ് ചെയ്യണം, കാരണം ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അതിന്റെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്യും, സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. അതുപോലെ താഴേക്ക് വരുമ്പോൾ എന്താണ്, നമ്പർ ഓഫ് ഷെൽസ് കൂടി, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ഷെൽ നമ്പർ കൂടിക്കൂടി വരികയാണല്ലേ. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 2, 8, 1, 2, 8, 8, 1 അങ്ങനെ ഷെൽ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, വലുതാവുന്നു. സോ സൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് എസഡ് എഫക്റ്റീവിന്റെ, അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ ഒരു ജനറൽ ട്രെൻഡ് എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും കാണിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും, ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ ഈ കാര്യങ്ങൾ? ഇതിപ്പോൾ സൈസിലുള്ള ഒരു ജനറൽ ട്രെൻഡ് നിങ്ങൾ കണ്ടു. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യുന്നു, ടോപ്പ് ടു ബോട്ടം വരുമ്പോഴത്തേന് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇത് സൈസിലുള്ളൊരു ജനറൽ ട്രെൻഡാണ്. ഇനി ഡിന്റെയും എഫിന്റെയും കാര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. നമുക്കറിയാം സ്ക്രീനിങ് എഫക്റ്റിന്റെ ആ ഓർഡർ എങ്ങനെയായിരുന്നു, എസിനാണ് ഏറ്റവും കൂടുതൽ അല്ലേ, പിന്നെ പിക്ക് വരുന്നു, പിന്നെ ഡിക്ക് വരുന്നു, പിന്നെ ഏറ്റവും കുറവാർക്കാണ്, എഫിനാണ്. അപ്പൊ ഈ ഡിക്കും എഫിനും പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ പുവർ സിഗ്മ വാല്യൂ ആണ്. അതിന്റെ ഫലമായിട്ട് ഈ സൈസിൽ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ 3 ടൈപ്പ് കോൺട്രാക്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ലാന്തനൈഡ് കോൺട്രാക്ഷൻ അറിയാം, അതൊരു ടൈപ്പ് കോൺട്രാക്ഷൻ ആണ്. വേറെ 2 ടൈപ്പ് കോൺട്രാക്ഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ പുവർ ഷീൽഡിംഗ് എഫക്റ്റ്, ദാറ്റ് ഈസ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് സിഗ്മ ഓഫ് ഏതൊക്കെ ഇലക്ട്രോൺസിനാണ് നമുക്കറിയാം, ഡിക്കും എഫിനുമാണ് കുറവ്. അപ്പോൾ ഡി ആൻഡ് എഫ് ഷെൽസ് 3 types of contractions occurs. 3 ടൈപ്പ് കോൺട്രാക്ഷൻസ് അവിടെ സംഭവിക്കുന്നു. 3 type of contraction occurs. 3 തരത്തിലുള്ള കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് കോൺട്രാക്ഷൻസ്? ഫസ്റ്റ് വരുന്നത് ട്രാൻസിഷൻ കോൺട്രാക്ഷൻ. രണ്ടാമത് വരുന്നത് നിങ്ങൾക്കറിയാം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അടുത്ത മൂന്നാമത്തേതാണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ. ഇങ്ങനെ 3 തരത്തിലുള്ള കോൺട്രാക്ഷൻസ് സൈസിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ഡിന്റെയും എഫിന്റെയും പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണം 3 ടൈപ്പ് ഓഫ് കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്. ട്രാൻസിഷൻ കോൺട്രാക്ഷൻ, ലാന്തനൈഡ് കോൺട്രാക്ഷൻ, ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ഒക്കർ ചെയ്യുന്നത് ആരുടെ ഫലമായിട്ടാണെന്ന് അറിയാമോ?
പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 3D ഇലക്ട്രോൺസ്. 3D ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണമാണ് ഈ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആരുടെ ഷീൽഡിംഗ് എഫക്റ്റ് കാരണമായിരിക്കും? നമുക്കറിയാം ആരുടെയാണ്? അവിടെ എഫ് ആരാണ്? 4F ആണ് അല്ലേ? അപ്പൊ പുവർ ഷീൽഡിംഗ് ഓഫ് 4F ഇലക്ട്രോൺസ് കാരണമാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. അതേപോലെ ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ആർക്കാണ്? പുവർ ഷീൽഡിംഗ് ഓഫ് അവിടെ ആരാണ് വരുന്നത്? 5F ഇലക്ട്രോൺസ് ആണ് അല്ലേ? പുവർ ഷീൽഡിംഗ് ഓഫ് 5F ഇലക്ട്രോൺസ് കാരണമാണ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ സൈസിലുള്ള ജനറൽ ട്രെൻഡ് നമ്മൾ കണ്ടു. പക്ഷെ അതേപോലെ അവിടെ 3 ടൈപ്പ് കോൺട്രാക്ഷൻസും വരുന്നുണ്ട്. എന്തിന്റെ ഫലമായിട്ടാണ്? പുവർ ഷീൽഡിംഗ് ഓഫ് D and F ബ്ലോക്ക് എഫ് ഷെല്ല് കാരണം സംഭവിക്കുന്നത്. അതിൽ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ എന്താണ്? 3Dയുടെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്താണ്? 4Fന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്താണ്? 5Fന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. ഓക്കെ, ഇനി അതേപോലെ ഇസഡ് എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? Z മൈനസ് സിഗ്മ ആയിരുന്നു. ഈ ഒരു ഇക്വേഷനും കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ ഓർക്കണം, ഇപ്പൊ ഈ സിഗ്മ വാല്യൂ, അതായത് ഷീൽഡിംഗ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് കുറഞ്ഞാൽ ഉറപ്പായിട്ട് ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ കഴിഞ്ഞത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അറ്റോമിക് റേഡിയയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അറ്റോമിക് റേഡിയൈ ആൻഡ് ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ്. എങ്ങനെയാണ് അറ്റോമിക് റേഡിയൈ ഗ്രൂപ്പിലും പീരീഡിലും പോകുന്ന ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സും കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ മക്കളെ, അറ്റോമിക് റേഡിയൈ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 ടൈപ്പ് ഓഫ് റേഡിയസ് ഒക്കെ ഉണ്ട് ആറ്റംസിന് കൺസിഡർ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയായിരുന്നു? കൊവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, വാൻഡർവാൾ റേഡിയസ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ NCERT പഠിച്ചതാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇവർ കാണിക്കുന്ന ഒരു ജനറൽ ട്രെൻഡ് എങ്ങനെയാണ്, അതാണ് നമുക്ക് നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ കണ്ടതേ ഉള്ളൂ ജനറൽ ട്രെൻഡ് എങ്ങനെയായിരുന്നു. പക്ഷേ അവിടെ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലേ? 3 ടൈപ്പിലുള്ള കോൺട്രാക്ഷൻസ് കാരണം ഈ സൈസിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു കോൺട്രാക്ഷൻസ്? നിങ്ങൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ട്രാൻസിഷൻ കോൺട്രാക്ഷൻ, ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആൻഡ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. സോ അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാം. ഇവർ ഫോളോ ചെയ്യുന്ന ജനറൽ ട്രെൻഡ് എങ്ങനെയാണ്? അതായത് പീരീഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അറ്റോമിക് റേഡിയസ് കുറയുന്നു. നമ്മൾ നോക്കിയേ, ഫസ്റ്റ് പീരീഡ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് പീരീഡിലെ സെക്കൻഡ് പീരീഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം 2-1, 2-2, 2-3, 2-4, 2-5 ഇങ്ങനെയാണ് നമ്മുടെ പീരീഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കിയേ, അവിടെ ഷെല്ലുകൾക്ക് ഷെല്ലുകൾ നമ്പർ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നു. പക്ഷെ സൈസ് കുറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഓരോ ഇലക്ട്രോണുകൾ വീതം ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ആകുമ്പോൾ അവരുടെ സൈസ് എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അതിനെ പിടിച്ചു വലിക്കും. അപ്പോൾ സൈസ് കുറയും. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ സൈസ് എന്ത് ചെയ്യും? സൈസ് ഡിക്രീസസ്. ഇനി ടോപ്പ് ടു ബോട്ടം താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഷെൽ നമ്പർ അവിടെ കൂടി വരികയാണ്. അതിന്റെ ഫലമായിട്ട് അവരുടെ സൈസും കൂടുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നാം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുകയാണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ മേലായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ സൈസ് എന്ത് സംഭവിക്കുന്നു? സൈസിന് ഡിക്രീസ് സംഭവിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഇതാണ് ജനറൽ ട്രെൻഡ്. ഇനി 13ാമത്തെ ഗ്രൂപ്പിൽ ഇവർക്കൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 13ാമത്തെ ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 13. ഏതാണ് ഗ്രൂപ്പ് 13? നമ്മുടെ ബോറോൺ ഫാമിലി അല്ലേ? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓക്കെ, ഇത് പഠിക്കാൻ പ്രീ ബ്ലോക്ക് പഠിച്ചപ്പോൾ മിസ് കോഡൊക്കെ ഉണ്ടാക്കി. ബോറോൺ, അലൂമിനിയം ഗ്യാസുകൾ ഇന്ത്യ തള്ളി എന്നൊക്കെ ഒരു കോഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ 13th ഗ്രൂപ്പ് അല്ലേ? 13th ഗ്രൂപ്പ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ ഇവരുടെ നമ്മൾ നോർമലി പഠിച്ച ജനറൽ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയായിരുന്നു ഒരു ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയസ് ബിഹേവ് ചെയ്യേണ്ടത്? അറ്റോമിക് റേഡിയസ് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും അല്ലേ? അറ്റോമിക് സൈസ് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ വലിയ വട്ടം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേനും ഡിക്രീസ് ചെയ്ത് പോകണം. പക്ഷെ മക്കളെ, ഇവിടെ സംഭവിക്കുന്നത് നോക്കിക്കേ. ഇവിടെ ബോറോണിനേക്കാൾ സൈസ് കൂടുതലാണ് ആർക്ക്? അലൂമിനിയത്തിന്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഗാലിയത്തിന് അലൂമിനിയത്തേക്കാൾ സൈസ് കുറവാണ്. പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഗാലിയത്തേക്കാൾ ഇന്ത്യത്തിന് കൂടുതലാണ്, ഇന്ത്യത്തേക്കാൾ താലിയത്തിന് കൂടുതലാണ്. പക്ഷെ ഇവിടെ മാത്രം ഒരു എക്സെപ്ഷൻ വരുന്നു. ഓക്കെ, അവിടെ മാത്രം ഒരു എക്സെപ്ഷൻ ഇങ്ങനെ കിടക്കുകയാണ്. എന്തായിരിക്കും ഈ എക്സെപ്ഷന് കാരണം? അപ്പോൾ നമ്മൾ നോക്കണം. ഈ ഗാലിയം എന്ന് പറയുന്നതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ള ഇനേർട്ട് ഗ്യാസ് ആർഗൺ ആണ്. അപ്പോൾ ആർഗണിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ അങ്ങോട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് 3D10
4s2 4p1 ആണ് വരുന്നത്. ഇത് n-1d ഇലക്ട്രോൺസ്, ഇത് എന്നിലുള്ള ഇലക്ട്രോൺസ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. മക്കളെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഡിയിൽ 10 ഇലക്ട്രോൺസ് വന്നു. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? അവിടെ പുവർ ഷീൽഡിങ് എഫക്റ്റ് ഉള്ള ഒരാളല്ലേ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഡി 3d ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അവിടെ പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ്. 3d ഇലക്ട്രോൺസ് ഹാവ് എന്താണ്? പുവർ ഷീൽഡിങ് എഫക്റ്റ്. അപ്പോൾ എന്താണ്? സിഗ്മ അവിടെ കുറയുകയാണ് അല്ലേ എഫക്റ്റ്. സോ സിഗ്മ ഡിക്രീസ് ചെയ്യാണ്. അവിടെ ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് കുറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എന്ത് കൂടും? സെഡ് എഫക്റ്റീവ്, അതായത് നമ്മുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? കോൺട്രാക്ഷൻ ഇൻക്രീസസ്. ഇവിടെ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. ഇവിടെ ഏത് ടൈപ്പ് കോൺട്രാക്ഷൻ ആണെന്ന് നമ്മൾ 3 ടൈപ്പ് ഓഫ് കോൺട്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് ടൈപ്പ് കോൺട്രാക്ഷൻ ആണ്? ട്രാൻസിഷൻ കോൺട്രാക്ഷൻ. ഓഫ് കോഴ്സ് ഇവിടെ സംഭവിക്കുന്നത് ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഇവിടെ സൈസിന് നേരിയ ഒരു വ്യത്യാസം, വേരിയേഷൻ വന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പോൾ ഇതിൻ്റെ കാര്യം? അപ്പോൾ ഇവരുടെ ഓർഡർ എങ്ങനെ വരും? ബോറോൺ കഴിഞ്ഞിട്ട് പിന്നെ സൈസ് കൂടുതൽ ആർക്ക് വരും? ഗാലിയത്തിന് വരും. അത് കഴിഞ്ഞിട്ട് അലൂമിനിയം വരും. അത് കഴിഞ്ഞിട്ട് ഇൻഡിയം, ദെൻ താലിയം. ഇങ്ങനെയായിരിക്കും അവിടെ അറ്റോമിക് റേഡിയസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു വേരിയേഷൻ എക്സെപ്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ ജനറലി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു? ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ അവിടെ വേരിയേഷൻസ് എക്സെപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് ഒന്നുകിൽ 3 ടൈപ്സ് ഓഫ് കോൺട്രാക്ഷൻ ഉണ്ട്. ട്രാൻസിഷൻ കോൺട്രാക്ഷൻ, ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഓർ ആക്ടിനൈഡ് കോൺട്രാക്ഷൻ. ക്ലിയർ ആയോ ഈ കാര്യങ്ങളൊക്കെ? ഓക്കെ ആണേ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കിക്കേ. ഓക്കെ, ഇത് നമ്മുടെ എങ്ങനെയാണ് ആറ്റോമിക് റേഡിയസിൻ്റെ ഒക്കെ വേരിയേഷൻസ് എന്ന് കാണിച്ചിരിക്കുകയാണ് ഓരോ ഗ്രൂപ്പിലും. അപ്പം 14ാമത്തെ ഗ്രൂപ്പിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം ആ ഗ്രൂപ്പിൽ വരുന്നതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ കാണിച്ചിരിക്കുന്നു. അടുത്ത 15ാമത്തെ ഗ്രൂപ്പിൽ, പിന്നെ 17, പിന്നെ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ലിഥിയം, സോഡിയം, പൊട്ടാസ്യത്തിൻ്റെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്താണ്? സൈസ് ഡിക്രീസ് ചെയ്യാണ്. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ്റെയൊക്കെ അത് കാണിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത സോഡിയം, എന്താണ് മഗ്നീഷ്യം, അലൂമിനിയം ആ ഒരു പീരീഡിലേയും കാണിച്ചിരിക്കുകയാണ്. സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ആ ഒരു വേരിയേഷൻസ് ഒക്കെ അവിടെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയാലോ നിങ്ങൾക്ക്? ജനറലി എങ്ങനെ ഫോളോ ചെയ്യുന്നത്? അറ്റോമിക് റേഡിയസ് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേന് കുറയുന്നു. ആ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞു. എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ എക്സെപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പീരിയോഡിക് പ്രോപ്പർട്ടിയിലേക്ക് പോവാം, അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി. എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? എന്താണ്? സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ ഇൻസെർട്ട് പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന എക്സാമ്പിളാണ്. ഒരു ക്ലാസ്സിൽ ടീച്ചറിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി, ടീച്ചറിൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ്. ടീച്ചറിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ, ഫുൾ അട്രാക്ഷൻ ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്നൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ ടീച്ചറിനെ വിടുവോ? അങ്ങനെ ഇല്ല. ടീച്ചറിൻ്റെ അടുത്തുനിന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഏജൻസി വന്നാൽ അത്രയും എനർജി കൊടുക്കണം. എന്നാൽ ലാസ്റ്റ് ബെഞ്ചിൽ ടീച്ചറിൻ്റെ യാതൊരു കോൺസെൻട്രേഷനും എത്താത്തൊരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇവർ എക്സ്റ്റേണൽ ഏജൻസി അത്ര ഒന്നും എനർജി കൊടുക്കാതെ അതിനെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോവാം. ഇനി നമ്മൾ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ആറ്റത്തിൽ, ഒരു ന്യൂട്രൽ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഐസൊലേറ്റഡ് ആറ്റത്തിൽ നിന്നും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസിനെ എടുത്തുകൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ് എന്തെന്ന് വിളിക്കുന്നത്? അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മിനിമം എനർജി required to remove loosely bounded electron from an isolated gaseous atom. ഇതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്? ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. എന്താണ് മക്കളെ എൻഡോതെർമിക് പ്രോസസ്സും എക്സോതെർമിക് പ്രോസസ്സും എന്ന് പറയുന്നത്? എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ അബ്സോർബ് ചെയ്യുകയാണ് അല്ലേ, ആ ഒരു എനർജി അബ്സോർബ് ചെയ്യുകയാണ്. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എന്താണ്? എനർജി പുറത്തേക്ക് റിലീസ് ചെയ്തതാണ്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത നോക്കിക്കേ, വാല്യൂസ് ഓഫ് സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പീസ്. അതായത് ഇപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ആറ്റത്തിൽ നിന്നും ഞാനൊരു ലൂസ്ലി ബൗണ്ടഡ് ഒരു ഇലക്ട്രോണിനെ ഞാൻ എടുത്തിട്ട് പോയി. ഇപ്പം നമ്മൾ ഒരു മെറ്റൽ ഇവിടെ സോഡിയം ഇവിടെ ഇരിക്കുകയാണ്, 2, 8, 1 എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ഒരു ഇലക്ട്രോണെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ 2, 8 ആയി.
അപ്പോൾ എന്തായി, അവരുടെ സ്റ്റേബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വീണ്ടും ഇലക്ട്രോണിനെ എടുക്കണമെങ്കിൽ ഞാൻ അത്രയും എനർജി കൊടുക്കണ്ടേ. അപ്പോൾ ആദ്യം കൊടുക്കുന്നതാണ് ഈ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. രണ്ടാമത് വീണ്ടും നമ്മൾ എടുക്കുന്നതാണ് എന്ത്, സെക്കൻഡ് അയോണൈസേഷൻ എനർജി. വീണ്ടും ആ സ്റ്റേറ്റിൽ ഇരിക്കുന്നതിൽ നിന്നും വീണ്ടും ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ തേർഡ് അയോണൈസേഷൻ എനർജി എന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെറ്റലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ നിന്നും ഒരു ഇലക്ട്രോണിനെ ഞാൻ കൊണ്ടുപോവാണ്, ഒരു ഇലക്ട്രോണിനെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലേക്ക് പോയി, M+ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും ഞാൻ വീണ്ടും ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകുന്നു. അത് ഏത് സ്റ്റേറ്റിലേക്ക് പോയി, +2 സ്റ്റേറ്റിലേക്ക് പോയി. ഇതാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇനി ഇവിടെ നിന്നും ഞാൻ വീണ്ടും ഇലക്ട്രോണിനെ എടുക്കുകയാണ്, ഒരു ഇലക്ട്രോണിനെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു, അത് +3 സ്റ്റേറ്റിലേക്ക് പോകും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ എപ്പോഴും ഈ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയെക്കാട്ടിയും കൂടുതലായിരിക്കും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്, അതിനേക്കാൾ കൂടുതലായിരിക്കും തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലായിരിക്കും തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് വാല്യൂസ് ഓഫ് സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പീസ്. ഓക്കെ, അപ്പോൾ ഇനി അയോണൈസേഷൻ എനർജിയുടെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എനർജി. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് ആണ്, അറ്റോമിക് സൈസ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച നമ്മുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സ്ക്രീനിങ് എഫക്റ്റും. അപ്പോൾ ഇസഡ് എഫക്റ്റീവും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിങ് എഫക്റ്റ് സിഗ്മയോ ആണ് അടുത്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ, അതായത് ഹാഫ് ഫീൽഡും കംപ്ലീറ്റ്ലി ഫീൽഡും ഇല്ലേ, അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് മൂന്നാമത്തെ ഫാക്ടർ. ഇനി നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഓരോ ഷെല്ലുകളുടെയും പെനിട്രേഷൻ പവർ. ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ അയോണൈസേഷൻ എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് നോക്കാം. ഇപ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കും, സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. മക്കളെ, ഒരു ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പീരീഡിൽ പോകുമ്പോൾ സൈസ് എന്ത് ചെയ്യാണ്, സൈസ് ഡിക്രീസ് ചെയ്യാണ്. നിങ്ങൾ നോർമലി ചിന്തിച്ച് നോക്കിയേ, ഒരു വലിയ എന്താണ് സൈസ് വലുതായിട്ടുള്ളതിൽ നിന്നും ഇപ്പോൾ ഒരു ക്ലാസ് റൂം ചിന്തിച്ചാൽ മതി. ഒരു ടീച്ചർ നിൽക്കുന്നു, ഒരു വലിയ ക്ലാസ് റൂമാണ്. ഇപ്പോൾ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി ടീച്ചർ കാണാതെ ഇറങ്ങിപ്പോവാം, പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി ഇറങ്ങിപ്പോവും. പക്ഷേ സൈസ് കുറവാണെങ്കിൽ, കുറച്ച് കുട്ടികളെ ക്ലാസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 ബെഞ്ചേ ഉള്ളൂ, അപ്പോൾ ടീച്ചറിന് ഫുള്ളായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എടുത്തുകൊണ്ട് പോകാൻ അങ്ങനെ സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അയോണൈസേഷൻ എനർജി ഒരുപാട് കൊടുക്കേണ്ടി വരും സൈസ് കുറവാണെങ്കിൽ. അപ്പോൾ സൈസ് കൂടുതലാണെങ്കിൽ അയോണൈസേഷൻ എനർജി കുറയും, സൈസ് കുറവാണെങ്കിൽ അയോണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ഞാൻ സിമ്പിളായിട്ട് എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സിന് എങ്ങനെയായാലും ടീച്ചേഴ്സിന് പിള്ളേരെയൊക്കെ കാണാനില്ല, കുട്ടികളെയും ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിനെയും ടീച്ചറിന് ഒബ്സർവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എന്താണ് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും, സൈസ് ഡിക്രീസ് ആണെങ്കിൽ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിക്കേ, ഇസഡ് എഫക്റ്റീവും സ്ക്രീനിങ് എഫക്റ്റും. അപ്പോൾ ഇസഡ് എഫക്റ്റീവും സ്ക്രീനിങ് എഫക്റ്റും നമുക്ക് നോക്കാം. ഇസഡ് എഫക്റ്റീവ്, അതായത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താൽ അയോണൈസേഷൻ എനർജിയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താൽ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ഫാക്ടർ ആരാണ്, നമ്മുടെ സ്ക്രീനിങ് എഫക്റ്റ് അല്ലേ. സ്ക്രീനിങ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്താൽ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. ഓക്കെ, മനസ്സിലാക്കിക്കോ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അയോണൈസേഷൻ എനർജി കൂടും, പക്ഷെ സ്ക്രീനിങ് എഫക്റ്റ് കൂടിയാൽ അയോണൈസേഷൻ എനർജി കുറയുകയായിരിക്കും. ഓക്കെ, അടുത്ത ഫാക്ടറാണ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഇത് 2 എണ്ണം ഉണ്ട്, ഹാഫ് ഫീൽഡിനും ഉണ്ട്, ഫുള്ളി ഫീൽഡിനും ഉണ്ട്. അതായത് ഇപ്പോൾ പിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പിയിൽ 6 ഇലക്ട്രോൺസ് NP6 എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കണ്ടേ, അപ്പോൾ അവിടെ അയോണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ഇനി ഫുള്ളി ഹാഫ് ഫീൽഡ് ആണെങ്കിലോ, അതായത് ഇപ്പം പിയുടെ കേസ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ P3 ആണെങ്കിൽ NP3 എന്ന ഫോമിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് എനർജി നമ്മൾക്ക് കൊടുത്താലേ അവിടുന്ന് ഒരു ഇലക്ട്രോണെ കിട്ടൂ. കാരണം എന്താണ്, അവർ ഹാഫ് ഫീൽഡ് ആയിട്ടിരിക്കുകയാണ്, അവർ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ ഇരിക്കുകയാണ്. സോ ഹാഫ് ഫീൽഡിനും ഫുള്ളി ഫീൽഡിനും എന്തുണ്ട്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഹൈ അയോണൈസേഷൻ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു എക്സെപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുണ്ട്, ഇതിൻ്റെ എക്സെപ്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ NP3യും NP4ഉം എടുക്കുകയാണ്.
ആർക്കായിരിക്കും എനർജി കൂടുതൽ കൊടുക്കേണ്ടത്? P3 എന്ന് പറയുമ്പോൾ പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫ് ആണ്. അപ്പോൾ അവിടെ ഹാഫ് ഫീൽഡ് ആയിട്ടിരിക്കുവാണ്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ അവിടെ നിന്നും ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. സോ അവിടെ അയോണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പെനിട്രേഷൻ പവർ. പെനിട്രേഷൻ പവർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അടുത്തിരിക്കുന്നതിനെയാണ്. ക്ലോസ്നെസ് ടു ന്യൂക്ലിയസിന് അടുത്തിരിക്കുന്നു. അപ്പോൾ ആർക്കായിരിക്കും പെനിട്രേഷൻ പവർ കൂടുതലായിട്ട് വരുന്നത്? പെനിട്രേഷൻ പവർ കൂടുതലായിട്ടുള്ളത് എസിനായിരിക്കും, പിന്നെ പിക്കാണ്, പിന്നെ ഡിക്കാണ്, പിന്നെ എഫിനാണ്. ഇങ്ങനെയാണ് പെനിട്രേഷൻ പവറിന്റെ ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അയോണൈസേഷൻ എനർജി അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ സെക്കൻഡ് പീരീഡിലുള്ള അയോണൈസേഷൻ എൻതാൽപ്പി. നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ്, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അയോണൈസേഷൻ എനർജി എന്താണ്? അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പീരീഡ് ഒന്ന് എഴുതി നോക്കാം. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. നമ്മൾ സെക്കൻഡ് പീരീഡ് ഇങ്ങനെ എഴുതി. അപ്പോൾ സെക്കൻഡ് പീരീഡിലുള്ള കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാലോ, 2-1 2-2 അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ സബ്ഷെൽ എഴുതുകയാണ് 2s1, 2s2, 2p1, 2p2, 2p3, 2p4, 2p5, 2p6 ഇങ്ങനെ പോവാണ്. അപ്പം നോർമലി നമുക്ക് വരേണ്ടത് എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം അല്ലേ? അങ്ങനെയാണ് നോർമലി സംഭവിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും, അതായത് ഈ നൈട്രജനും ഓക്സിജനിലേക്കും നമ്മൾ വരുമ്പോഴത്തേക്കും ഇപ്പോൾ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യണം. പക്ഷേ ഇവിടെ നൈട്രജനാണ് ഓക്സിജനേക്കാൾ അയോണൈസേഷൻ എനർജി വരുന്നത്. എന്താ കാര്യം? നമ്മളിപ്പോൾ കാരണം പഠിച്ചതേ ഉള്ളൂ. എന്താ കാര്യം? ഇവിടെ 2p3 എന്ന് പറയുമ്പോൾ അവിടെ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ. അപ്പോൾ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ അവിടെ നിന്നും ഒരു ഇലക്ട്രോണിനെ എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഒത്തിരി എനർജി കൊടുത്താൽ മാത്രമേ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ വേരിയേഷൻ വരുന്നു. അതേപോലെ നമ്മുടെ ബെറിലിയവും ബോറോണൊന്ന് നോക്കിക്കേ. ഇവിടെയും എന്താണ്? നോർമലി ബെറിലിയത്തേക്കാൾ കൂടുതൽ ആർക്ക് വരണമായിരുന്നു? ബോറോണിന് വരണം. പക്ഷേ ആർക്കാണ് കൂടുതൽ വരുന്നത്? ബെറിലിയത്തിനാണ് കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി വരുന്നത്. എന്താണ് കാര്യം? അവിടുത്തെ റീസൺ എന്ന് പറയുന്നത് പെനിട്രേറ്റിംഗ് പവർ ആണ്. പെനിട്രേറ്റിംഗ് പവർ ആർക്കാണ് കൂടുതൽ? എസിനാണ് പെനിട്രേറ്റിംഗ് പവർ കൂടുതൽ. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, അവിടെയും എസിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുകയാണ്, പിയിൽ ഒന്നല്ലേ ഉള്ളൂ. അവിടെ ആ റീസൺ നമുക്ക് പറയാം. സ്റ്റേബിൾ കോൺഫിഗറേഷനും അവിടുത്തെ ഒരു ഫാക്ടറാണ്. അവിടുത്തെ ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, പെനിട്രേറ്റിംഗ് പവറും ഉണ്ട്, സ്റ്റേബിൾ കോൺഫിഗറേഷനും ഉണ്ട്. എസിനാണ് പെനിട്രേറ്റിംഗ് പവർ എന്ത് കൂടുതൽ? അതായത് ന്യൂക്ലിയസിനായിട്ട് അടുത്തിരിക്കുന്നത് എസ് ആണ്. സോ അവിടെ പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ്. സോ ബെറിലിയത്തിന് എന്ത് വരാം? ബോറോണിനേക്കാൾ കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി വരാം അല്ലേ? അപ്പോൾ ഈ ഒരു എക്സെപ്ഷൻ കേസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡറും കാര്യങ്ങളും എല്ലാം പഠിച്ചു. ഇനി അയോണൈസേഷൻ എൻതാൽപ്പി എന്തിനു നമുക്ക് യൂസ് ചെയ്യാം? അതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി 2 ആപ്ലിക്കേഷനാണ് വരുന്നത്. റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി പറയാനും, അതേപോലെ വാലൻസ് സ്റ്റേറ്റും ഓക്സിഡേഷനും പറയാൻ വേണ്ടിയിട്ടും നമ്മൾ പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് പറയാനും നമുക്ക് അയോണൈസേഷൻ എൻതാൽപ്പി യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജിയുടെ 2 ആപ്ലിക്കേഷൻസ്. ഒന്നെന്താണ്? റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസും, രണ്ടെന്ന് പറയുന്നത് പ്രഡിക്ഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളല്ലേ? ആളുകളാണ്. അപ്പം നമുക്ക് ആ ഫസ്റ്റ് ഗ്രൂപ്പ് ഒന്ന് എഴുതാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള മെറ്റൽസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽസ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് ടോപ്പ് ടു ബോട്ടം താഴേക്ക് വരുമ്പോഴത്തേക്കും സൈസ് എങ്ങനെയാണ്? അറ്റോമിക് സൈസ് താഴേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഇവരുടെ നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവരുടെ അയോണൈസേഷൻ എനർജി എങ്ങനെയാണ്? സൈസ് കൂടുകയാണ്. അപ്പോൾ അയോണൈസേഷൻ എനർജി
ഡിക്രീസ് ചെയ്യും. അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുമ്പോൾ ഈസിലി നമുക്ക് ഇലക്ട്രോൺസ് അവിടെ നിന്ന് റിമൂവ് ചെയ്തൂടെ? അയോണൈസേഷൻ എനർജി കുറവല്ലേ, അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാം. അപ്പം എന്ത് കൂടുതലായിരിക്കും? റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. റിയാക്ടിവിറ്റി ഇൻക്രീസസ്. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ, അതായത് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? പ്രഡിക്ഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 വരാം അല്ലേ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അവരൊരു നൈട്രേറ്റ് ഫോം ചെയ്യുമ്പോൾ അവരുടെ ഫോമുല നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നൈട്രേറ്റ് ഫോം N3- ഫോം ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് M2+ ആയിട്ടിരിക്കുകയാണ്, ഇത് N3- ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും അവരുടെ ഫോമുല ഫോം ചെയ്യുന്നത്? ഇത് ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്താവും? M3N2 എന്ന് അതിൻ്റെ ഫോമുല. അപ്പോൾ ഇങ്ങനെ ഫോമുല പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇതാണ് അയോണൈസേഷൻ എനർജി കൊണ്ടുള്ള 2 ആപ്ലിക്കേഷൻ. ഒന്ന് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസും, 2 പ്രഡിക്ഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ. ക്ലിയർ ആയല്ലോ ആപ്ലിക്കേഷൻസ് ഓഫ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഈ അയോണൈസേഷൻ എനർജി. നമ്മൾ അറ്റോമിക് റേഡിയസ് പഠിച്ചപ്പോഴും കണ്ടു എന്താണ് അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് ഉണ്ട്. അതേപോലെ ഇവിടെയും ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് എങ്ങനെ വരുന്നത് കുറച്ച് എലമെൻറ്റുകളുടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് എന്താണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. എന്താണ്? താഴേക്ക് വരുമ്പോഴത്തേനും നമുക്കറിയാം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യാണ്. സോ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യാണ്. അതേപോലെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, അത് നൈട്രജൻ ഫാമിലി, നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്, ഓക്സിജൻ, അങ്ങനെയൊക്കെ താഴേക്ക് വരുമ്പോൾ എന്താണ്? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ അയോണൈസേഷൻ എന്തായാലും ഡിക്രീസ് ചെയ്യുന്നു. ഇനി നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് നമ്മുടെ 13th ഗ്രൂപ്പില്ലേ, നമ്മുടെ 13th ഗ്രൂപ്പിലെ ആൾക്കാർ ആരൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ അറ്റോമിക് റേഡിയസ് എഴുതിയപ്പോഴും കണ്ടതാണ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം. ഓക്കെ, ഇവരാണല്ലോ. താഴേക്ക് വരുമ്പോൾ നോർമൽ കേസിൽ എന്താണ്? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യണം. അയോണൈസേഷൻ എനർജി കുറഞ്ഞ് വരണം. ഇവിടെ അയോണൈസേഷൻ എനർജി കുറയുന്നുണ്ട്, ഇവിടെ അയോണൈസേഷൻ എനർജി കുറയുന്നുണ്ട്. ബട്ട് ഇവിടെ വരുമ്പോൾ ഒരു നേരിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഗാലിയത്തിൻ്റെയും ടാലിയത്തിൻ്റെയും കേസിലൊരു വ്യത്യാസം വരുന്നു. അപ്പോൾ അതിനുള്ള റീസൺ നമുക്ക് നോക്കാം. ഇപ്പോൾ താലിയത്തിൻ്റെ നമ്മൾ കോൺഫിഗറേഷൻ എഴുതാം. നമ്മുടെ തൊട്ട് മുമ്പുള്ള ഇനേർട്ട് ഗ്യാസ് സെനോൺ ആണ്. അപ്പോൾ സെനോൺ ഇട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മളിട്ട് അടുത്ത ആര് വരും? 4F വരും. 4F 14 ഫില്ലായിട്ടിരിക്കുകയാണ്. അടുത്ത 5D ആണ്, 5D10. അടുത്ത 6S ആണ്, 6S2, 6P1. ഇതാണ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എഫ് വരുന്നുണ്ടല്ലോ. എഫ് എന്ന് പറയുന്നത് പുവർ ഷീൽഡിങ് എഫക്റ്റ് അല്ലേ? അപ്പോൾ പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ്. അപ്പോൾ അവിടെ കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും സൈസ് എന്താണ്? കുറയുകയാണ്. അപ്പോൾ അയോണൈസേഷൻ എനർജി അവിടെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് താലിയത്തിൻ്റെ കേസിൽ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് 14th ഗ്രൂപ്പും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, 14th ഗ്രൂപ്പ് എലമെൻസിനും ഇതേപോലെ ഒന്ന് നോക്കാം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ലെഡ്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നോർമലി എന്ത് സംഭവിക്കണം? അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരികയാണ്. പക്ഷെ ഇതിന് കൂടി വരുന്നു, ലെഡിന് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ നമ്മളൊന്ന് എഴുതി നോക്കുന്നു. അപ്പോൾ ഇതേപോലെ സെനോൺ 4F14, 5D10, 6S2, 6P2. ഇവിടെ രണ്ടിടത്തും എന്താണ്? എഫ് ഉണ്ട്. എഫിന് എന്താണ്? എഫിന് പുവർ ഷീൽഡിങ് എഫക്റ്റ് അല്ലേ? ബിക്കോസ് ഓഫ് പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എഫ്. പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എഫ്. എഫിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു? എഫിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. താലിയത്തിനും ലെഡിൻ്റെ കേസിൽ വരുമ്പോഴും. ഇനി ഗാലിയത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. അവിടുത്തെ ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയതാണ്. എവിടുത്തെ എക്സെപ്ഷൻ പഠിക്കാൻ? അറ്റോമിക് റേഡിയസിൻ്റെ എക്സെപ്ഷൻ പഠിക്കാനായിട്ട്. അവിടെ എന്തായിരുന്നു റീസൺ? ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഗാലിയത്തിന് ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ട്രാൻസിഷൻ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. സോ അവിടെയും എന്താണ്? അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും ഗാലിയത്തിന്. സോ ഈ ഒരു ഓർഡർ നിങ്ങൾ എക്സെപ്ഷൻ ഓർഡർ ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ അയോണൈസേഷൻ എനർജിയുടെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ്. അപ്പോൾ അയോണൈസേഷൻ എനർജി എന്നുള്ളൊരു ടോപ്പിക് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ടോപ്പിക്സും പറഞ്ഞു കഴിഞ്ഞു. ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതാണെന്നറിയാമോ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പം നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആ പേരിൽ തന്നെയുണ്ട്. എന്തായിരുന്നു അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്? നമ്മുടെ ന്യൂട്രൽ ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ നിന്നും ആ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ കൊടുക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കും. വേർഡ്സിൽ പറയുവാണെങ്കിൽ ഓക്കെ, നമുക്ക് എഴുതാം. ഓവറോൾ ചേഞ്ച് ഇൻ എനർജി. ഓവറോൾ ചേഞ്ച് ഇൻ എനർജി എപ്പോൾ? വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ഓവറോൾ ചേഞ്ച് ഇൻ എനർജി വെൻ ആൻ electron is added to a gaseous isolated atom. gaseous isolated ആറ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കും. ഇനി ന്യൂട്രൽ ആറ്റത്തിന് ഇത് എക്സോതെർമിക്കും ആകാം, എൻഡോതെർമിക്കും ആകാം. ഇറ്റ് ക്യാൻ ബി എക്സോതെർമിക് ഓർ എൻഡോതെർമിക്. ഇത് എൻഡോതെർമിക് ആകുന്നത് സർട്ടൻ ആൾക്കാർക്കാണ്. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബെറിലിയം, നൈട്രജൻ, മഗ്നീഷ്യം, ചില ഇനർട്ട് ഗ്യാസുകൾ, ഇവർക്കൊക്കെയാണ് ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ളത് എൻഡോതെർമിക് ആവുന്നത്. അപ്പോൾ ഈ ഒരു കേസ്, ഈ ഒരു എക്സെപ്ഷൻ കേസ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതായത് ഇപ്പം ബെറിലിയത്തിനോട് നമ്മളൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് B- ആവുന്നു. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. ഇനി ഓക്സിജനിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് O- ആവുന്നത് അതെന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഇനി നിയോണിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു, Ne- ആയിട്ട് മാറുന്നു, അതെന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. കാരണം നമ്മൾ എക്സെപ്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ് ബെറിലിയം, നൈട്രജൻ, മഗ്നീഷ്യം, അതേപോലെ ഇനർട്ട് ഗ്യാസുകളെല്ലാം അവരെല്ലാം എന്താണ്? എൻഡോതെർമിക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എക്സെപ്ഷൻ കേസുകളൊക്കെ പഠിച്ചു. അപ്പോൾ എക്സോതെർമിക് ഏതാണ്, എൻഡോതെർമിക് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഇനി അടുത്ത കുറച്ച് കേസുകളായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ അഡിഷൻ ഓഫ് മോർ ദാൻ വൺ ഇലക്ട്രോൺ. addition of more than one electron. അതായത് ഇപ്പോൾ പോളി ആനയോൺസിൻ്റെ ഫോർമേഷൻ, ഇപ്പം ഓക്സിജനകത്തോട്ട് മോർ ദാൻ വൺ ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണ്. എന്താവുന്നു? O2- ആവുന്നു. അല്ലെങ്കിൽ S- ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് S2- ആവുന്നു. ഓക്കെ, അതായത് പോളി ആനയോൺസ് ഫോം ചെയ്യുന്നു. അതൊക്കെ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഓൾവേസ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ ഓൾവേസ് എൻഡോതെർമിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർമേഷൻ ഓഫ് മോർ ദാൻ വൺ ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്താൽ ആ റിയാക്ഷൻസ് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ പോളി നെഗറ്റീവ് ആനയോൺ ഫോം ചെയ്തില്ലേ, അപ്പം ഫോർമേഷൻ ഓഫ് പോളി നെഗറ്റീവ് ആനയോൺസും എന്താണ്? ഓൾവേസ് എൻഡോതെർമിക് ആയിരിക്കും. ഇനി കാറ്റയോണിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതെങ്കിലോ? കാറ്റയോൺസിൽ നമ്മൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്യാൻ പോവാം. അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു കാറ്റയോൺസിലോട്ട് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോൾ അത് ഓൾവേസ് എക്സോതെർമിക് ആയിരിക്കും. കേട്ടോ, ഓൾവേസ് എക്സോതെർമിക് ആയിരിക്കും. അതായത് ഇപ്പോൾ Na+, അതിനോട് ഞാനൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയാണ്. Na+നോട് ഞാൻ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റുകൾ രണ്ടും നിങ്ങൾ മനസ്സിലേക്ക് വെച്ചിരിക്കാം. ഓക്കെ, ഇനി ആ സൈസ് വെച്ചിട്ട് ഏതായിരുന്നു വലുതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നൊന്ന് പറഞ്ഞു തരാം. ആനയോൺ ആണോ കാറ്റയോൺ ആണോ പേരന്റ് ആറ്റത്തേക്കാൾ വലുത്? ആനയോൺ ആണ് സൈസ് വലുത്, കാറ്റയോൺ ചെറുതാണ്. കാറ്റ് ചെറുതാണ്, ആനയോൺ ആണ് വലുത്. ആ കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. മക്കളെ, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നതിനുള്ളൊരു ടെൻഡൻസിയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഈ ടെൻഡൻസിയുടെ ഒരു മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് ഓഫ് ദിസ് ടെൻഡൻസിയാണ് നമ്മൾ
ടെൻഡൻസി. ഓഫ് ദിസ് ടെൻഡൻസിയാണ് നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കാം. ഇനി ഇലക്ട്രോൺ അഫിനിറ്റി പോസിറ്റീവ് ആകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, അതായത് കൂടുതലായിരിക്കും. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്, അത് എക്സോതെർമിക് ആയിരിക്കും. അടുത്ത ഇലക്ട്രോൺ അഫിനിറ്റി 0യോ നെഗറ്റീവോ ആയാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, അത് എൻഡോതെർമിക് ആയിരിക്കും. എക്സെപ്ഷൻസ് വരുന്നുണ്ട് നമ്മുടെ നേരത്തെ പഠിച്ച കാര്യങ്ങൾക്ക്. ആർക്കൊക്കെയാണ്? നമ്മുടെ എന്താണ് നൈട്രജൻ, ബെർലിയം, മഗ്നീഷ്യം, ഇനർട്ട് ഗ്യാസ്, അവർക്കൊക്കെ എപ്പോഴും എന്താണ്? എൻഡോതെർമിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ? അടുത്ത് നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പിയിൽ കണ്ടതാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫാക്ടർ ഇവിടെയും എന്ത് തന്നെയാണ്? സൈസ് ആണ്, സൈസിലുള്ള വേരിയേഷൻ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും നമ്മുടെ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെയും സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ്നെസ് ടു ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് പെനിട്രേറ്റിംഗ് പവർ ആണ്. നാലാമത്തെ ഫാക്ടർ പെനിട്രേറ്റിംഗ് പവർ. ഓക്കെ, അപ്പോൾ ഈ 4 ഫാക്ടേഴ്സും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യും. താഴേക്ക് ഒരു ഗ്രൂപ്പിലൊക്കെ താഴേക്ക് വരുമ്പോൾ എന്താണ്? സൈസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അടുത്ത നമ്മുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ, അതായത് സെഡ് എഫക്റ്റീവ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസിനെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടത്തില്ലേ? അപ്പോൾ ഇസഡ് എഫക്റ്റീവ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും, കൂടുതലായിരിക്കും. ഇനി അവിടുത്തെ സിഗ്മ അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കുറവായിരിക്കും. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലാണ്, സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? കുറവാണ്. അത്രത്തോളം അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അട്രാക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറയും. ഓക്കെ, അടുത്ത സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ. ഇവിടെയും 2 വരുന്നുണ്ട്, ഹാഫ് ഫീൽഡും വരുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഫീൽഡും വരുന്നുണ്ട്. ഇപ്പോൾ എപിയുടെ കേസ് ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 6 ആണെങ്കിൽ എന്താ? കംപ്ലീറ്റ്ലി ഫീൽഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ NP2ഉം NP3യും ഒന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഇവിടെ ആർക്കായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ? ഉറപ്പായിട്ടും NP2-നായിരിക്കും. കാരണം ഒരാളെയും കൂടെ കിട്ടിയാൽ അവർക്ക് എന്താണ്? ഹാഫ് ഫീൽഡിലേക്ക് പോകാം. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആകും. അപ്പോൾ NP2-നായിരിക്കും കൂടുതൽ. അടുത്ത പെനിട്രേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്നെസ് ടു ന്യൂക്ലിയസ്. ആർക്കായിരിക്കും? നമ്മുടെ ഓർഡർ നമുക്കറിയാം, S, P, D, F. ഇതാണ് നമ്മുടെ പെനിട്രേറ്റിംഗ് പവറിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ NS1ഉം NP1ഉം കൺസിഡർ ചെയ്യാണ്. അപ്പോൾ പെനിട്രേറ്റിംഗ് പവർ ആർക്കാണ് കൂടുതൽ? എസിനാണ് കൂടുതൽ. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കാണ് കൂടുതൽ? NS1-നായിരിക്കും കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റിയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് ആണ്. രണ്ടാമത്തത് സെഡ് എഫക്റ്റീവ്, അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും നമ്മുടെ സിഗ്മ ഷീൽഡിംഗ് എഫക്റ്റീവ് ആണ്. തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പെനിട്രേറ്റിംഗ് പവർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അടുത്ത നമുക്ക് ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻ സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ്. സെക്കൻഡ് പീരീഡിലെയും തേർഡ് പീരീഡിലെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, നമ്മുടെ സെക്കൻഡ് പീരീഡിലുള്ള എലമെന്റുകൾ. അപ്പോൾ ഇതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സെപ്ഷൻ കേസിൽ വരുന്നവരാണ് ആരൊക്കെയാണ് നമ്മുടെ എക്സെപ്ഷൻ ആളുകൾ? നമ്മുടെ ബെറിലിയം, അതേപോലെ നൈട്രജൻ, അതേപോലെ നിയോൺ. കാരണം ഇനോട്ട് ഗ്യാസ് ആണ്. ഇവരെല്ലാം ഓൾറെഡി എന്താണ്? എൻഡോതെർമിക് ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും കുറവാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയോൺ, ബെറിലിയം, നൈട്രജൻ ഇവർക്ക് എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കുറവാണ്. പിന്നെ അങ്ങോട്ട് എന്ത് വരും? പിന്നെ ബോറോൺ, ലിഥിയം, കാർബൺ, ഓക്സിജൻ, ഫ്ലോറിൻ. ഇങ്ങനെയാണ് ആ ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമ്മളിത് സെക്കൻഡ് പീരീഡിലെയാണ് ഈ ഒരു ഓർഡർ. ഓക്കെ, ഇനി ഇതേപോലെ തേർഡ് പീരീഡിലെ ഓർഡർ ഒന്ന് നോക്കിക്കേ. തേർഡ് പീരീഡ് സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ഓക്കെ, ഇവരിൽ ആർക്കൊക്കെയാണ് നമ്മൾ പഠിച്ച എക്സെപ്ഷൻസ് വരുന്നത്? അയറിൽ മഗ്നീഷ്യത്തിനുണ്ട്, അതേപോലെ
ആർഗണിനുണ്ട് അല്ലേ, ഇനർട്ട് ഗ്യാസ്. അപ്പോൾ ഇവരുടെ ഓർഡർ വരുന്നത് ഏറ്റവും കുറവുള്ള ആളുകൾ ആരായിരിക്കും? ആർഗണിനും പിന്നെ മഗ്നീഷ്യത്തിനും കുറവായിരിക്കും. പിന്നെ അങ്ങോട്ട് എന്താണ് വ്യത്യാസം വന്നു തുടങ്ങും. പിന്നെ നമ്മുടെ അലൂമിനിയം, സോഡിയം, ഫോസ്ഫറസ്, സിലിക്കൺ, സൾഫർ, ക്ലോറിൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതാ ഇവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ അലൂമിനിയം, നൈട്രജൻ, അതേപോലെ ഈ ഫോസ്ഫറസ്, സൾഫർ, ഈ ഒരു വേരിയേഷൻ വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയോ? അതായത് ഇവിടെ സോഡിയത്തിന് 3s1 ആണ് കോൺഫിഗറേഷൻ, ഇവിടോ 3p1 ആണ്. അപ്പോൾ നോക്കിക്കേ, പെനിട്രേറ്റിംഗ് പവർ ആർക്കാണ് കൂടുതൽ? പെനിട്രേറ്റിംഗ് പവർ ആർക്കാണ് കൂടുതൽ? എസിനല്ലേ പെനിട്രേറ്റിംഗ് പവർ കൂടുതൽ. സോ ആ വേരിയേഷൻ വരുന്നത് കൊണ്ട് അതുകൊണ്ടാണ്, പെനിട്രേറ്റിംഗ് പവർ കാരണമാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ കോൺഫിഗറേഷൻ നോക്കിക്കേ, ഇവിടെ P2ഉം ഇവിടെ P3യും ആണ്. P3 എന്ന് പറയുമ്പോൾ ഹാഫ് ഫീൽഡ് വരും. അപ്പോൾ ഹാഫ് ഫീൽഡിൻ്റെ ആ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കോൺഫിഗറേഷൻ, സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന റീസൺ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീസൺസ് കൊണ്ടാണ് ഇവിടെ ഒരു വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ഓർഡറും അതിൻ്റെ എക്സെപ്ഷൻസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ? ഓക്കെ ആണേ? ഓക്കെ, ഇനി വേറൊരു വേരിയേഷനും കൂടെ നമുക്ക് നോക്കാം. ഈ പി ബ്ലോക്ക് എലമെൻസിൽ നോർമലി നമ്മൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യണം? ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യണം. പക്ഷെ നമ്മൾ സെക്കൻഡ് പീരീഡിലെയും തേർഡ് പീരീഡിലെയും എലമെൻറ്റുകൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പം സെക്കൻഡ് പീരീഡിൽ നമ്മൾ ബെറിലിയം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അതേപോലെ അടുത്ത പീരീഡ്, നമ്മുടെ തേർഡ് പീരീഡ്, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ഓക്സിജൻ. ഓക്സിജൻ അല്ല, ക്ലോറിൻ. ഓക്കെ, ക്ലോറിൻ. ഓക്കെ, നമ്മൾ സെക്കൻഡും തേർഡും പീരീഡുകൾ നമ്മളിങ്ങനെ എഴുതി, സെക്കൻഡും തേർഡും എഴുതി. അപ്പം നോർമലി താഴേക്ക് വരുമ്പോൾ സൈസ് കൂടുന്നു, അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കുറയണം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്തറിയോ? ഇതിനെക്കാട്ടിയും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലാണ് ഇവർക്ക് കൂടുതലാണ്. എന്താണ് ഇതിൻ്റെ റീസൺ? എന്തായിരിക്കും? ഈ സെക്കൻഡ് പീരീഡിലുള്ളവർക്ക് ലെസ് ഇലക്ട്രോൺ അഫിനിറ്റി വരാനും തേർഡ് പീരീഡിലുള്ളവർക്ക് അവരെക്കാട്ടിയും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി വരാനും റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഷെല്ലുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോൺസ് വന്ന് ആഡ് ആവുന്നത് ഈ 2p-ലോട്ടാണ്. അപ്പോൾ സൈസ് വളരെ കുറവാണ്. അപ്പോൾ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടത്തില്ലേ? അപ്പോൾ അവരുടെ അഫിനിറ്റി കുറയും. പക്ഷെ ഇവിടെ ഇലക്ട്രോൺസ് വന്ന് ആഡ് ചെയ്യുന്നത് 3p-ലോട്ടാണ്. അതായത് ഇവിടെ എന്താണ്, അവരെ ഇരിക്കാനുള്ള അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ഇവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുമായിരിക്കും, ഇവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി കുറവുമായിരിക്കും. ഇതാണ് റീസൺ. മനസ്സിലായോ? ഇവിടെ 2 ഷെല്ലുകളാണുള്ളത്. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 3 ഷെൽസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്? റിപ്പൽഷൻ സംഭവിക്കുന്നു. റിപ്പൽഷൻ ഒക്വേഴ്സ്. ഓക്കെ, ഇത് 2 കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫ്ലൂറിൻ്റെയും ക്ലോറിൻ്റെയും കേസ് വെച്ചും ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും കേസ് വെച്ചും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് എല്ലാം മെയിനായിട്ടുള്ള ഓർഡേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ നമ്മുടെ 17th ഗ്രൂപ്പിലെയും 16th ഗ്രൂപ്പിലുള്ള ഓർഡേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി വരുന്നത് ആർക്കാണ്? ക്ലോറിൻ ആണ്. പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ വരുന്നു. ഇവിടെ അതേപോലെ ആദ്യം സൾഫറിനാണ് ഏറ്റവും കൂടുതൽ, പിന്നെ സെലീനിയം, പിന്നെ ടെലൂറിയം, പിന്നെ പൊളോണിയം, ഏറ്റവും ലാസ്റ്റ് ആണ് ആര് വരുന്നത്? നമ്മുടെ ഓക്സിജൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ഒരു പ്രോപ്പർട്ടിയും ഒരു ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി ഒക്കെ നിങ്ങൾ പഠിച്ചു. അതിൻ്റെ ഫാക്ടേഴ്സും അതിൻ്റെ ഓർഡറും അതിൻ്റെ എക്സെപ്ഷൻസും ഒക്കെ കണ്ടു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ് മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ടെൻഡൻസി ടു അട്രാക്ട് shared pair of electrons. Tendency to attract shared pair of electrons. Shared pair of electronsനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എലമെന്റിന്റെ ടെൻഡൻസി, ഒരു ആറ്റത്തിന്റെ ടെൻഡൻസിയാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് യൂണിറ്റ് ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് യൂണിറ്റുകൾ, അവർക്ക് ആ ഒരു വാല്യൂവിന് യൂണിറ്റുകളൊന്നും തന്നെ ഇല്ല. അതിപ്പോൾ 2 പേരിങ്ങനെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ
ഇവിടുത്തെ ഈ രണ്ട് ഇലക്ട്രോഡ്സിനെയും ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ ആയിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബിയേക്കാൾ കൂടുതലെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ ടെൻഡൻസി തന്നെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സൈസ് ആണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്, അതായത് സെഡ് എഫക്റ്റീവ് ആണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിരുന്നു, ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് എസ് ഇൻ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഈ 4 ഫാക്ടേഴ്സ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? സൈസ് ആണ്. ഓക്കെ, അപ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആസ് സൈസ് ഇൻക്രീസസ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഡിക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്ത എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, സെഡ് എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സെഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും സെഡ് എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. അടുത്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഇപ്പോൾ എം, അതിൽ നിന്നും M+ ആകുന്നു, M2+, അതായത് +2 ആകുന്നു. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ സെഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, M+ ആകുന്നു, M2+ ആകുമ്പോൾ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജ് ഓഫ് എസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലേ. അപ്പോൾ ക്ലോസ്നെസ് ടു എസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇപ്പം sp2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നോക്കാം. ഇപ്പോൾ sp ആണെങ്കിൽ 50% അവിടെ എസ് വരുന്നുണ്ട്. sp2 ആണെങ്കിൽ 33%ഓളം എസ് വരുന്നുണ്ട്. sp2 ആണെങ്കിൽ sp3 ആവുമ്പോൾ 25% എസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എസ് ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഫാക്ടർ പറയാൻ പറ്റും. ഇതൊക്കെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി? ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തത് അസിഡിക് ബേസിക് നേച്ചേഴ്സ് ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്, അതായത് O2-ൻ്റെയും OH-ൻ്റെയും ഓക്സൈഡ്സിൻ്റെയും ഹൈഡ്രോക്സൈഡ്സിൻ്റെയും അസിഡിക് ബേസിക് നേച്ചർ നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ട് എങ്ങനെ പറയാം? ആ ട്രെൻഡ് നമുക്ക് എങ്ങനെ പറയാം? അപ്പം നമ്മൾ എങ്ങനെ ട്രെൻഡ് പറയുന്നത്? പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റും നോക്കും, ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടവും നമ്മൾ നോക്കും. അപ്പോൾ പീരീഡിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം നമുക്കറിയാം സൈസ് എന്ത് ചെയ്യാണ്? സൈസ് ഡിക്രീസ് ചെയ്യാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇവരുടെ അസിഡിക് നേച്ചർ ആയിരിക്കും കൂടുതൽ. ബേസിക് നേച്ചർ എന്തായിരിക്കും? ബേസിക് നേച്ചർ ഡിക്രീസ് ചെയ്യും ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ. ഇനി ഒരു ഗ്രൂപ്പിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം വരികയാണ്. അപ്പോൾ അവരുടെ സൈസ് എങ്ങനെയാണ്? അവരുടെ സൈസ് ഇൻക്രീസ് ആണ്, അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ അവരുടെ ബേസിക് ക്യാരക്ടർ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്, അവരുടെ അസിഡിക് ക്യാരക്ടർ എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. ഈ ഒരു നേച്ചർ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് പോകുമ്പോൾ അസിഡിക് നേച്ചർ കൂടുന്നു, താഴേക്ക് വരുമ്പോഴത്തേക്ക് ബേസിക് നേച്ചർ കൂടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഓർഡേഴ്സ് നമുക്കിവിടെ നോക്കാം. Li2O, Ne2O, K2O ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരികയാണ്. അപ്പോൾ ഏത് നേച്ചറാണ് കൂടുന്നത്? നമ്മൾ കണ്ടു, ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഏത് നേച്ചറാണ് കൂടുന്നത്? ബേസിക് നേച്ചറാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ബേസിക് ആയിട്ടുള്ള ഓക്സൈഡുകളാണ്. ബേസിക് താഴെ. ഇനി എന്താണ്? അത് പീരീഡിലല്ലേ? LiOH, BOH അതെല്ലാം എന്താണ്? പീരീഡിലെയാണ്. പീരീഡിൽ ആരാണ് കൂടുന്നത്? അസിഡിക് നേച്ചറാണ് കൂടുന്നത്. സോ അസിഡിക് ക്യാരക്ടർ. അടുത്ത് നോക്കിക്കേ, Li2O, BeO അതെല്ലാം എന്താണ്? പീരീഡിലെയാണ്. സോ അവിടെ ഏത് നേച്ചറാണ്? അസിഡിക് നേച്ചർ അല്ലേ? അസിഡിക് നേച്ചർ. അടുത്ത ഗ്രൂപ്പിൽ താഴേക്ക് വരികയാണ്. സോ ഇവരെന്താണ്? ബേസിക് നേച്ചറാണ് അല്ലേ? അടുത്ത് നോക്കിക്കേ, MnO, M2O3, M2O7 ഇവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ടാണ്.
ഇവർ വന്നിട്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ ഏത് നേച്ചർ ആയിരിക്കും? ആസിഡിക് നേച്ചർ ആയിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണ്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായി? ഓക്കെ ആണ്. അപ്പോൾ അടുത്തത് കുറച്ച് ആംഫോട്ടറിക് ഓക്സൈഡുകളുടെയും ന്യൂട്രൽ ഓക്സൈഡുകളുടെയും എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആംഫോട്ടറിക് ഓക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡും കേട്ടോ, ഹൈഡ്രോക്സൈഡ്സിൻ്റെ എക്സാമ്പിളുകളാണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ഓക്സൈഡുകളുടെ കേസുകൾ. ഓക്കെയാണ്. അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്? ടീച്ചർ കുറച്ച് സ്പീഷീസുകൾ ഇവിടെ എഴുതാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. Na+, Ne, O2-, F-, Al3+, Mg2+. ഓക്കെ, കുറച്ച് സ്പീഷീസ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താ മക്കളെ? നിങ്ങൾ നോക്കിക്കേ, ഇവരുടെ അറ്റോമിക് നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതാം. സോഡിയം എന്ന് പറയുമ്പോൾ 11 ആണ്, ഇവിടെ 10 ആണ്, 8, 9, 13, 12. ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കിക്കേ, ഇനി ഇവരിലുള്ള ഇലക്ട്രോണുകൾ ഇപ്പോൾ Na+ എന്ന് വന്നേക്കല്ലേ, അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയി. അപ്പോൾ ഇലക്ട്രോൺ നമ്പർ എത്രയാണ്? 10. നിയോണിൽ ഓൾറെഡി 10 തന്നെ. O2- എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾറെഡി 8 ആണ്, 2 ഇലക്ട്രോൺ ആഡ് ചെയ്തു, അപ്പോൾ അവിടെയും 10 ആയി. അടുത്ത F-, അപ്പോൾ അവിടെ 9 എണ്ണം ഉണ്ട്, ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തു, എത്രയായി? അവിടെ 10 ആയി. Al3+ എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൽ 13 ഉണ്ട്, അവിടെ നിന്ന് എന്ത് തെറ്റി? 3 ഇലക്ട്രോൺസ് പോയി, അപ്പോൾ അവിടെ എന്താണ്? 10. Mg2+ എന്ന് പറയുമ്പോൾ 12 ഉണ്ടായിരുന്നു, 2 ഇലക്ട്രോൺസ് അവിടെ നിന്ന് പോയി, അപ്പോൾ അവിടെ 10. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അയോണുകൾ. ചില അയോണുകൾ നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ M- നമ്മുടെ പേരൻ്റ് ആറ്റം പ്ലസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആനയോൺസ് ആണ് വലുതല്ലേ, അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താണ്? സൈസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ് അല്ലേ? സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ അയോണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കുറവായിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? കുറവായിരിക്കും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? സോ ഓക്കെ, ഇതൊക്കെ ഒരു വ്യത്യാസമുണ്ട്. സോറി, നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴേക്ക് അതായത് ആനയോൺ അല്ലേ വലുത്? ആനയോൺ ആണ് വലുത്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് എന്താണ്? ഡിക്രീസ് ചെയ്യാനാണ്. കാരണം ആനയോൺ ആണ് വലുത്, ഡിക്രീസ് ചെയ്യുന്നു. അയോണൈസേഷൻ എൻതാൽപ്പി അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ആദ്യം മുതലേ കുറേ കാര്യങ്ങൾ, ആദ്യം നമ്മൾ പ്രസൻറ്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ നിന്ന് തുടങ്ങി നമ്മൾ എവിടം വരെ എത്തി? ഒട്ടുമിക്ക NTA പറഞ്ഞ എല്ലാ സിലബസുകളും നമ്മൾ വൺ ഷോട്ടിൽ നമ്മൾ കവർ ചെയ്ത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയോൺസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലേ? എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വൺ ഷോട്ട് വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൃത്യമായിട്ട് കാണുക. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് ഫുൾ കവർ ചെയ്ത് കോൺസെപ്റ്റുകൾ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഉറപ്പായിട്ടും നോക്കണം. നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി ഏത് രീതിയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കാണും അല്ലേ? ആ ഒരു പ്ലാൻ വെച്ച് തന്നെ മുന്നോട്ട് പോയി കണ്ടാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മളെല്ലാ സിലബസും എല്ലാ പോർഷൻസും ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു കുട്ടി ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ പോലെ ഈ പീരിയോഡിക് ട്രെൻഡുകളിൽ നിന്നൊക്കെ തന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ധാരാളം വർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്